നമസ്കാരം. പകൽ വാർത്ത ആരംഭിക്കുന്നു. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ഇസ്രായേലിനെ ഞെട്ടിച്ചിറാൻ. ആണവ കേന്ദ്രങ്ങൾക്ക് സമീപം ആക്രമണം. 100-ലേറെ പേർക്ക് പരിക്ക്. തിരിച്ചടി തുടരുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹു. ഹോർമുസ് കടലിടുക്ക് ഉടൻ തുറക്കണമെന്ന് ട്രംപ്. LPGയുമായി പൈക്സിസ് പയനിയർ ന്യൂ മംഗലാപുരം തുറമുഖത്ത്. ഒമാനിൽ മിന്നൽ പ്രണയം. 2 മലയാളികൾക്ക് ദാരുണാന്ത്യം. ഒരാളെ കാണാനില്ല. അപകടത്തിൽപ്പെട്ടത് തൃത്താല സ്വദേശികൾ. കാരാട്ട് റസാഖ് വീണ്ടും മുസ്ലിം ലീഗിൽ. തറവാട്ടിലേക്ക് തിരിച്ചു വന്ന് മാതൃസംഘടനയിൽ പ്രവർത്തിക്കാന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ലക്ഷ്യം. ഉപാധികളില്ലെന്ന് സാദിഖ് അലി തങ്ങൾ. ഒരു ഉപാധികളുമില്ലാതെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഇനി അദ്ദേഹം മുസ്ലിം ലീഗിൽ സജീവമായി പ്രവർത്തിക്കും. UDF ട്രെൻഡ് തെളിയിക്കുന്നതെന്ന് കുഞ്ഞാലിക്കുട്ടി. ഇപ്പോൾ ട്രെൻഡ് UDFന് അനുകൂലമാണ്. ഭൂരിപക്ഷം കിട്ടും എന്നാണ് ഇത് കാണിക്കുന്നത്. കൂടുതൽ പേർ തിരിച്ചെത്തുമെന്ന് PK ഫിറോസ്. ഡീൽ വിവാദത്തിൽ അടിച്ചും തിരിച്ചടിച്ചും നേതാക്കൾ. സതീശൻ നുണയനാണെന്ന ആരോപണം കടുപ്പിച്ച് CPM. നോബൽ സമ്മാനം കിട്ടാൻ വേണ്ടി അയാൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക ഓരോ ദിവസം ഓരോ നുണ. ഒരു നുണയല്ല, 8-9 നുണയാണ് ഓരോ ദിവസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നുണ പറയുന്നതിനുള്ള നൊബേൽ സമ്മാനം MV ഗോവിന്ദനുള്ളതെന്ന് VD സതീശൻ. വീണ ജോർജിന്റെ ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ച് കേസുകാരി തിരിച്ചു, കൈ പിടിച്ചു വളച്ചൊടിച്ചു എന്ന് ഈ കേരളത്തിലെ ജനങ്ങളോട് നോക്കി പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ ആളാ MV ഗോവിന്ദൻ. ഈ കേരളത്തിലെ ഏറ്റവും വലിയ നുണയന്മാരിൽ ഒരാളാണ്. CPM സ്ഥാനാർത്ഥി പട്ടിക ഡീലിന്റെ ഭാഗമെന്ന് KC വേണുഗോപാൽ. കോഴിക്കോട് ഷിഗല്ല രോഗവ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്താൻ പരിശോധന. 51 പേർ രോഗലക്ഷണങ്ങളുമായി നിരീക്ഷണത്തിൽ. ഒരാൾ ആശുപത്രിയിൽ. പ്രതിരോധ പ്രവർത്തനങ്ങളുമായി ആരോഗ്യവകുപ്പ്. സംസ്ഥാനം ചുട്ടുപൊള്ളുന്നു. 11 ജില്ലകൾക്ക് മുന്നറിയിപ്പ്. താപനില 37 ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയരും. ജാഗ്രത വേണമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം. വാർത്തയിലേക്ക് വിശദമായി. ഇസ്രായേലിലേക്ക് ആക്രമണം ശക്തമാക്കി ഇറാൻ. തെക്കൻ മേഖലയിലെ ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി നടത്തിയ ആക്രമണത്തിൽ ദിമോണ, അറാദ് എന്നീ നഗരങ്ങൾ വ്യാപക നാശനഷ്ടങ്ങൾക്കിരയായി. 150ഓളം പേർക്ക് പരിക്കേറ്റു. മധ്യ ഇസ്രായേലിലെ ഹോളോൺ നഗരത്തിലും മിസൈൽ പതിച്ചതായി റിപ്പോർട്ടുണ്ട്. മറുപടിയായി ടെഹ്റാനിലെ സർക്കാർ സ്ഥാപനങ്ങളിലേക്ക് ഇസ്രായേൽ ആക്രമണം നടത്തി. ഇതിനിടെ ഹോർമുസ് കടലിടുക്ക് 48 മണിക്കൂറിനുള്ളിൽ തുറന്നില്ലെങ്കിൽ ഇറാനിലെ പവർ പ്ലാന്റുകൾ തകർക്കുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മുന്നറിയിപ്പ് നൽകി. ഇങ്ങനെ സംഭവിച്ചാൽ പശ്ചിമേഷ്യയിലെ US-ന്റെയും ഇസ്രായേലിന്റെയും എല്ലാ ഊർജ്ജ നിലയങ്ങളും തകർക്കുമെന്നാണ് IRGCയുടെ മുന്നറിയിപ്പ്. അജയ് സുധ ബിജു ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അജയ്, യുദ്ധം അവസാനിക്കുന്നതിന്റെ സൂചനകൾ നൽകിയതിന് പിന്നാലെയാണ് അതിശക്തമാകുന്ന തരത്തിലുള്ള ആക്രമണങ്ങൾ ആരംഭിച്ചിരിക്കുന്നത്. ആണവ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെക്കുന്നത്. എന്താണ് ഏറ്റവും ഒടുവിൽ ലഭിക്കുന്ന വിവരങ്ങൾ? രേണുക, ആശങ്കപ്പെടുത്തുന്ന സാഹചര്യം തന്നെയാണ് പശ്ചിമേഷ്യയിൽ നിന്ന് കേൾക്കുന്നത്. ഏറ്റവും പ്രധാനമായിട്ടും ഇപ്പോൾ ആണവ നിലയങ്ങൾ കേന്ദ്രീകരിച്ചായി ഈ യുദ്ധത്തിന്റെ ഒരു ആക്രമണം, അതിന്റെ ഒരു പോക്ക് എന്നുള്ളതാണ് നമ്മളെ ഏറ്റവും കൂടുതൽ ഭയചകിതരാക്കുന്നത്. ഇറാനുള്ളിലെ നാറ്റ്സ് ന്യൂക്ലിയർ ഫെസിലിറ്റി കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തിയിരുന്നു ഇസ്രായേൽ. ഇതിന് പിന്നാലെ വളരെ കനത്ത രീതിയിലുള്ള സുരക്ഷയടക്കം മേഖലയിൽ പ്രഖ്യാപിച്ച സാഹചര്യമുണ്ടായിരുന്നു. അന്താരാഷ്ട്ര ആണവ നിലയത്തിന്റെ സംഘടന ഉൾപ്പെടെ ഈ ഒരു മേഖലയിൽ ഒരു ആണവ ചോർച്ചയൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞത് വലിയൊരു ആശ്വാസമായിരുന്നുവെങ്കിലും ഇപ്പോൾ ഇറാൻ ഇസ്രായേലിലുള്ള ചില ആണവ ഗവേഷണ കേന്ദ്രങ്ങൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയിരിക്കുകയാണ്. തെക്കൻ ഇസ്രായേലിലുള്ള ദിമോണ, അറാദ് എന്നീ നഗരങ്ങൾ കേന്ദ്രീകരിച്ചായിരുന്നു ഈ ആക്രമണങ്ങൾ നടന്നത്. ഇന്ത്യൻ സമയം ഇന്നലെ ഇന്ത്യൻ സമയം വൈകിട്ടോടെയാണ് ഇത്തരമൊരു ആക്രമണം നടന്നത്. ഈ ഒരു ആക്രമണത്തിൽ വ്യാപകമായിട്ടുള്ള നാശനഷ്ടം തന്നെ ഈ 2 നഗരങ്ങളിലും ഉണ്ടായിട്ടുണ്ട്. നിരവധി കെട്ടിടങ്ങൾ
കെട്ടിടങ്ങൾ തകർന്നു വീണു. ഒരുപാട് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഏതാണ്ട് 150ഓളം പേർ പരിക്കേറ്റ് ചികിത്സയിലാണ് എന്നുള്ള വിവരങ്ങളാണ് ലഭിച്ചിട്ടുള്ളത്. എന്തായാലും ഇവിടെയുള്ള ആണവ കേന്ദ്രത്തിന് നേരെ നടന്നിട്ടുള്ള ആക്രമണത്തിലും മറ്റ് ആണവ ചോർച്ചകളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇത് തീർത്തും ആശ്വാസമുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. ഇപ്പോൾ വീണ്ടും ഇസ്രായേലിലേക്ക് ആക്രമണം ഇറാൻ നടത്തിയിട്ടുണ്ട്. മധ്യ ഇസ്രായേലിലുള്ള ഹോളോൺ നഗരത്തിലേക്കാണ് പുതിയ ആക്രമണം നടന്നത്. ഒരാൾക്ക് മാത്രം പരിക്കേറ്റു എന്നുള്ള വിവരമാണ് ലഭിച്ചിട്ടുള്ളത്. മറ്റു കൂടുതൽ പരിക്കുകളൊന്നും നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. വടക്കൻ ഇസ്രായേൽ ഉൾപ്പെടെ ഒരു ജാഗ്രത കർശനമാക്കിയിട്ടുണ്ട്. അവിടെ സൈറനുകൾ തുടർച്ചയായിട്ട് മുഴങ്ങുന്ന സാഹചര്യം കൂടിയുണ്ട്. ഇപ്പോൾ തിരിച്ചടിയായിട്ട് ഇസ്രായേൽ ഇറാനിലേക്ക് ആക്രമണം കടുപ്പിച്ചിട്ടുണ്ട്. ടെഹ്റാനിലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തുന്നതായിട്ടാണ് IDF പ്രസ്താവന പുറത്തുവിട്ടത്. കഴിഞ്ഞ ദിവസം ഇറാൻ ആക്രമണത്തിനായിട്ട് ഇസ്രായേലിന് നേരെ ഉപയോഗിച്ചത് അത്യാധുനികമായിട്ടുള്ള ഇന്റർ കോണ്ടിനെന്റൽ 2 സ്റ്റേജ് മിസൈലാണ്, 2 സ്റ്റേജ് ബാലിസ്റ്റിക് മിസൈലാണ്. ഈ ഒരു ആക്രമണം അത് പ്രതിരോധിക്കാൻ സാധിച്ചില്ല എന്ന് IDF സമ്മതിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഇസ്രായേൽ പ്രധാനമന്ത്രിയായിട്ടുള്ള ബെഞ്ചമിൻ നെതന്യാഹു യുദ്ധം ഇനിയും മുന്നോട്ട് പോകും, ശത്രുക്കൾക്ക് ശക്തമായിട്ടുള്ള തിരിച്ചടി നൽകുമെന്ന് പറഞ്ഞിട്ടുണ്ട്. പിന്നാലെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രതികരണവും ഉണ്ടാകുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസം ഒരു സമാധാന ശ്രമത്തിനുള്ള നീക്കങ്ങൾ നടത്തുന്നതായിട്ട് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതായത് ട്രംപിന്റെ ചില വിശ്വസ്തരെ കൂടെ കൂട്ടി ഖത്തറിന്റെ മധ്യസ്ഥതയിൽ ഇറാനുമായിട്ട് ചർച്ചകൾ നടത്തി യുദ്ധം അവസാനിപ്പിക്കാനുള്ള ഒരു ശ്രമം ഉണ്ടെന്നായിരുന്നു വൈറ്റ് ഹൗസിനെ ഉദ്ധരിച്ചുകൊണ്ട് പല അന്താരാഷ്ട്ര മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്തത്. ഇപ്പോൾ അതിന് പിന്നാലെയാണ് ഇസ്രായേലിലേക്ക് ഇത്ര കടുത്ത രീതിയിൽ ഇറാൻ ആക്രമണം നടത്തിയത്. ഇതോടെ അജയ് 48 മണിക്കൂർ സമയമാണ് ട്രംപ് കൊടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഇറാനിലെ പവർ പ്ലാന്റ്സ് ആക്രമിക്കുമെന്ന് പറയുന്നു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് തുറക്കുക എന്നതാണ് ട്രംപ് നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. അല്ലെങ്കിൽ 48 അവേഴ്സിനകം തുടച്ചു നീക്കുമെന്ന മുന്നറിയിപ്പ് ട്രംപ് നൽകുന്നത് എന്തിന്റെ സൂചനയാണ്? ശരിക്കും ഇന്നലത്തെ ട്രംപിന്റെ നിലപാടിൽ നിന്ന് നേരെ മലക്കം മറിയുന്ന ഒരു നിലപാടാണ് ഇന്ന് അദ്ദേഹം സ്വീകരിച്ചിട്ടുള്ളത്. ഇപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വെച്ചാണ് ട്രംപ് ഇന്നലെ ഇട്ട പോസ്റ്റിൽ വ്യക്തമാക്കിയിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഹോർമുസ് കടലിടുക്ക് അതിൻ്റെ സുരക്ഷ അമേരിക്കയുടെ ഉത്തരവാദിത്തമല്ല. അമേരിക്ക ഹോർമുസ് കടലിടുക്ക് വഴി ഗതാഗതം നടത്തുന്നില്ല. ഇവിടെ ഈ ഒരു പ്രദേശം കൂടുതലായി ഉപയോഗിക്കുന്നത് യൂറോപ്യൻ രാജ്യങ്ങളും ഏഷ്യൻ രാജ്യങ്ങളുമാണ്. അദ്ദേഹം പേരെടുത്ത് സൂചിപ്പിച്ചത് ജപ്പാൻ, ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളാണ്. അപ്പോൾ ഈ ഹോർമുസ് സുരക്ഷയ്ക്കായി ഈ രാജ്യങ്ങൾ മുന്നിട്ടിറങ്ങണം. അമേരിക്ക ഇതിൽ ഉത്തരവാദിത്തം ഏറ്റെടുക്കില്ല. വേണമെങ്കിൽ ചില സഹായങ്ങൾ മാത്രം അമേരിക്ക ചെയ്തു തരാം എന്നതായിരുന്നു ട്രംപിന്റെ ഒരു പ്രതികരണം എന്ന് പറയുന്നത്. അതിനുശേഷമാണ് ഈ സമാധാന നീക്കങ്ങൾക്ക് ഇസ്രയേലിന്റെ പിന്തുണയില്ലാതെ അമേരിക്ക ഖത്തറിന്റെ മധ്യസ്ഥതയിലൂടെ ചില ചർച്ചകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നു എന്നുള്ള രീതിയിലുള്ള അഭ്യൂഹങ്ങൾ ചില അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ വന്നത്. പിന്നാലെ ഇസ്രയേലിൽ ആക്രമണം നടന്ന് ചില മണിക്കൂറുകൾക്കപ്പുറമാണ് ട്രംപ് പുതിയ പോസ്റ്റുമായി രംഗത്തെത്തുന്നത്. ഈ പോസ്റ്റിൽ ട്രംപ് അവകാശപ്പെടുന്നത് ഇന്ന് രാവിലെ ഏതാണ്ട് ഇന്ത്യൻ സമയം 5 മണിയോടെയാണ് ഈ പോസ്റ്റ് വന്നത്. ട്രംപ് അതിൽ പറയുന്നത് കൃത്യം ഈ പോസ്റ്റ് ഇട്ട് കൃത്യം 48 മണിക്കൂറിനുള്ളിൽ ഇറാൻ ഹോർമുസ് കടലിടുക്ക് തുറക്കണം, തുറന്നില്ലെങ്കിൽ ഇറാനുള്ളിലെ പവർ പ്ലാന്റുകൾ കേന്ദ്രീകരിച്ച് ആക്രമണം നടത്തും എന്നുള്ള ഒരു ഭീഷണിയാണ് ട്രംപ് മുന്നോട്ട് വയ്ക്കുന്നത്. ഏറ്റവും ആദ്യം ഇറാനിലുള്ള ഏറ്റവും വലിയ പവർ പ്ലാന്റ് തന്നെ തങ്ങൾ ലക്ഷ്യം വെക്കുമെന്നും ട്രംപ് സൂചിപ്പിക്കുന്നുണ്ട്. ഇതിന് പിന്നാലെ ഇറാന്റെ ഭാഗത്തു നിന്നും ഒരു പ്രതികരണം വന്നിട്ടുണ്ട്. IRGCയുടെ ഭാഗത്തു നിന്നൊരു പ്രസ്താവനയായിട്ടാണ് ഇത് വന്നിട്ടുള്ളത്. അതായത് IRGC വ്യക്തമാക്കുന്നത് ഇറാനുള്ളിലെ പവർ പ്ലാന്റുകൾ ആക്രമിച്ചാൽ ഇസ്രയേലിന്റെയും അമേരിക്കയുടെയും പശ്ചിമേഷ്യയിലുള്ള എല്ലാ എനർജി റിസോഴ്സുകളിലേക്കും ആക്രമണം നടത്തും എന്നതാണ് IRGC നൽകുന്ന ഒരു മുന്നറിയിപ്പ് എന്ന് പറയുന്നത്. അവരുടെ കൊല്ലപ്പെട്ട ഈ നാഷണൽ സെക്യൂരിറ്റി കൗൺസിൽ നേതാവായിട്ടുള്ള അലി ലാരിജാനി മുൻപ് വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഇറാനുള്ളിലെ പവർ പ്ലാന്റുകൾ ലക്ഷ്യമാക്കി ആക്രമണം നടത്തിയാൽ 30 മിനിറ്റിനുള്ളിൽ പശ്ചിമേഷ്യയെ മുഴുവൻ അന്ധകാരത്തിലാക്കും എന്നതായിരുന്നു അത്തരമൊരു ഭീഷണി. ഏതാണ്ട് അതിന് സമാനമായിട്ടുള്ള ഒരു ഭീഷണി തന്നെയാണ് IRGC ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത്. എന്തായാലും US-ന്റെ ഇറാന്റെ എല്ലാ മിസൈൽ സംവിധാനങ്ങളും പൂർണ്ണമായി നിർവീര്യമാക്കി എന്നുള്ള പ്രസ്താവന പൊള്ളയാണ് എന്ന് തെളിയിക്കുന്നതാണ് നിലവിൽ ഇന്ന് നടന്നിട്ടുള്ള ഇസ്രായേലിനുള്ളിൽ നടന്നിട്ടുള്ള ആക്രമണങ്ങൾ എന്ന് പറയുന്നത്. തീർച്ചയായും യുദ്ധം കൂടുതൽ കടുക്കുന്നോ എന്ന ആശങ്കയാണ് ഈ മണിക്കൂറിൽ ഉയരുന്നത്. കഴിഞ്ഞ ദിവസം ഒരു പിൻവാങ്ങലിന്റെ സൂചന നൽകിയ ട്രംപ് തന്നെ 48 മണിക്കൂർ ഡെഡ് ലൈൻ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഹോർമുസ് തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് യുദ്ധം കൂടുതൽ കടുക്കുകയാണ്. US-ലെ ടെക്സസിൽ നിന്നും LPG-യുമായി കൂറ്റൻ ചരക്ക് കപ്പൽ പിക്സിസ് പൈനിയർ
മംഗലാപുരം തുറമുഖത്തെത്തി. രാവിലെ 6 മണിയോടെയാണ് ബർത്ത് നമ്പർ 13-ൽ കപ്പൽ നങ്കൂരമിട്ടത്. 47,236 ടൺ LPGയുമായാണ് കപ്പൽ ഇന്ത്യൻ തീരത്തെത്തിയത്. ഇതിനു മുൻപ് റഷ്യൻ അസംസ്കൃത എണ്ണയുമായി അക്വാ ടൈറ്റൻ എന്ന കപ്പലും മംഗലാപുരത്ത് എത്തിയിരുന്നു. ഒമാനിൽ മിന്നൽ പ്രളയത്തിൽ 2 മലയാളികൾക്ക് ദാരുണാന്ത്യം. ഒരാളെ കാണാനില്ല. തൃത്താല സ്വദേശികളായ ഷംല, യൂസഫ് എന്നിവരാണ് മരിച്ചത്. ഉമ്മ റംലയ്ക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. ഒമാനിലെ ഇൻകാസ് നേതാവ് ലുബിഷാദിന്റെ ഭാര്യയാണ് ഷംല. യൂസഫിന്റെ കുടുംബത്തോടൊപ്പം പെരുന്നാളിന് യാത്ര പോയതായിരുന്നു. ഇവർ സഞ്ചരിച്ച കാർ ഒഴുക്കിൽപ്പെട്ടാണ് അപകടമുണ്ടായത്. 4 കുട്ടികൾ ഉൾപ്പെടെ 6 പേർ രക്ഷപ്പെട്ടു. തെരഞ്ഞെടുപ്പ് ചൂട് കനക്കും. നാട്ടിൽ വികസനത്തിന്റെ പരവധാനി വിരിച്ച് കാരവങ്ങളും ആർപ്പുവിളികളും ആവേശത്തോടെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായതോടെ സർക്കാരിനെതിരെയും CPM-നെതിരെയും ഡീൽ ആരോപണം കടുപ്പിച്ച് കോൺഗ്രസ്. CPM സ്ഥാനാർത്ഥി പട്ടിക കേരളത്തിൽ UDF-നെ പരാജയപ്പെടുത്താൻ BJP-യുമായുള്ള ഡീലിന്റെ ഭാഗമെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ആരോപിച്ചു. CPM-BJP ചങ്ങാത്തം കേരളത്തിൽ പുതിയ കഥയല്ല. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണം കേരളത്തിൽ എന്ത് സംഭവിച്ചു എന്ന് കണ്ടതാണ് എന്നും വേണുഗോപാൽ ആരോപിച്ചു. CPM-ന്റെ സ്ഥാനാർത്ഥി ലിസ്റ്റ് ഒന്ന് എടുത്തു നോക്കിയാൽ അതിലൊളിഞ്ഞിരിക്കുന്ന കാര്യം അവരുടെ അണികൾക്ക് പോലും വ്യക്തമാണ്. കേരളത്തിൽ UDF-നെ പരാജയപ്പെടുത്താൻ വേണ്ടിയിട്ടുള്ള CPM-BJP ഡീൽ വ്യക്തമായിട്ടും ചില സീറ്റുകൾ പരസ്പരം വെച്ചുമാറാനും സഹായിക്കാനും വേണ്ടിയിട്ടുള്ള കൃത്യമായ ഡീലാണ് അവർ നടത്തിയിരിക്കുന്നത് എന്നുള്ളത് വ്യക്തമാണ്. CPM അവസാന അടവും കൂടെ പയറ്റുകയാണ്. CPM-BJP ചങ്ങാത്തം പുതിയ കഥയല്ല കേരളത്തിൽ. അത് PMC-യിൽ നമ്മൾ കണ്ടതാണ്. കേന്ദ്ര സർക്കാരിന്റെ ജനവിരുദ്ധ നയങ്ങളുള്ള നിലപാടിൽ നമ്മൾ കണ്ടതാണ്. ഒരു പാലവിട്ട ഒരു ഭാഗത്ത് മാത്രമല്ല അങ്ങോട്ടും ഇങ്ങോട്ടും കടക്കുന്നുള്ളതുകൊണ്ട് ലാവ്ലിൻ കേസ് നീട്ടിവെക്കുമ്പോൾ നമ്മൾ കണ്ടതാണ്. കേന്ദ്ര ഏജൻസികളുടെ അന്വേഷണ പുരോഗതികൾ നമ്മൾ കണ്ടതാണ് കേരളത്തിൽ. അതേസമയം LDF 3-ാം തവണയും അധികാരത്തിൽ എത്തുമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. വികസന വിരോധികളായ പ്രതിപക്ഷത്തെ ജനം പുറന്തള്ളും. ആർക്കെങ്കിലും മുഖ്യമന്ത്രിയാകാനോ മന്ത്രിയാകാനോ MLA ആകാനോ അല്ല LDF 3-ാം ഭരണം ലക്ഷ്യമിടുന്നതെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. നവകേരളം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നും MV ഗോവിന്ദൻ പറഞ്ഞു. ഈ തുടർച്ചയിൽ നിന്നുകൊണ്ടാണ് ഇടതുപക്ഷ ജനാധിപത്യ പ്രസ്ഥാനം പറയുന്നത് ഇനി നമുക്കൊരു മുന്നോട്ടം എന്ന് പറയുന്നത് മുന്നോട്ടുള്ള യാത്ര എന്ന് പറയുന്നത് 3-ാം ടേമിലേക്കാണ്. 3-ാം ടേമിലേക്ക് നമ്മൾ പോകണം എന്ന് പറയുമ്പോൾ ഏതെങ്കിലും ആർക്കെങ്കിലും MLA ആവാൻ, മന്ത്രിയാവാൻ, മുഖ്യമന്ത്രിയാവാനല്ല. അതിന്റെ ഉന്നം ഈ കേരളത്തെ ലോകോത്തരമായി വളർത്തിയെടുക്കുക എന്നുള്ളതാണ്. ലോകത്തെ വികസിത രാജ്യങ്ങളുണ്ട്, അർദ്ധവികസിത രാജ്യങ്ങളുണ്ട്. ആ വികസിത അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തേക്കാൾ മെച്ചപ്പെട്ട ജീവിതം നയിക്കാൻ സാധാരണ ജനങ്ങളെ പ്രാപ്തമാക്കുന്ന ഒരു പുതിയ കേരളം, നവകേരളം, അതാണ് 3-ാം ടേമിലേക്ക് പോകുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഭരണ തുടർച്ച എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് കേരളത്തിന്റെ ഏറ്റവും ഉജ്ജ്വലമായ മുന്നോട്ടുള്ള യാത്രയാണ്. ഇവിടെ നമുക്കറിയാം അതിദാരിദ്ര്യം അവസാനിപ്പിക്കാൻ നമുക്കായി. ഇനി ദാരിദ്ര്യം അവസാനിപ്പിക്കുക എന്നുള്ളതാണ് ഉന്നം. സ്വാഭാവികമായും കേരളത്തിലുള്ള മൗലികമായ പ്രശ്നങ്ങൾ ഓരോന്നോരോന്നായിട്ട് നമുക്ക് തരണം ചെയ്യാനാവും. വിദ്യാഭ്യാസ മേഖലയിൽ ലോകത്ത് തന്നെ ശ്രദ്ധേയമായ നാടായി വിജ്ഞാന കേരളം. പാർപ്പിട പ്രശ്നം പരിഹരിക്കുന്നതിൽ ലോകത്തിന് മാതൃകയാവുന്ന രീതിയിൽ ഒരു മുതലാളിത്ത സമൂഹത്തിൽ പാവപ്പെട്ടവർക്കെല്ലാം വീട് എന്നത് താരതമ്യമില്ലാത്ത രീതിയിലാണ് ലോകത്ത് തന്നെ കേരളം നിൽക്കുന്നത്. ഒരു മുതലാളിത്ത സമൂഹവും ഈ രീതിയിലുള്ള ഒരു ബദൽ മുന്നോട്ടേക്ക് വെച്ചിട്ടില്ല. നുണ പറയുന്നതിനുള്ള നൊബേൽ സമ്മാനം MV ഗോവിന്ദനുള്ളതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കേരളത്തിലെ ഏറ്റവും വലിയ നുണയന്മാരിൽ ഒരാളാണ് ഗോവിന്ദൻ. വീണ ജോർജിന്റെ കാര്യത്തിൽ കഴുത്ത് ഞെരിച്ചെന്നല്ലേ പെരും നുണ പറഞ്ഞതെന്ന് സതീശൻ പറഞ്ഞു. വീണ ജോർജിന്റെ ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ച് കേസുകാരി തിരിച്ചു, കൈ പിടിച്ചു വളച്ചൊടിച്ചു എന്ന് ഈ കേരളത്തിലെ ജനങ്ങളോട് നോക്കി പച്ചക്കള്ളം വിളിച്ചു പറഞ്ഞ ആളാ MV ഗോവിന്ദൻ. ഈ കേരളത്തിലെ ഏറ്റവും വലിയ നുണയന്മാരിൽ ഒരാളാണ്. അല്ലെന്ന് നിങ്ങൾ കേട്ടില്ലേ? ആരോഗ്യമന്ത്രിയുടെ കഴുത്ത് പിടിച്ച് കേസുകാരി ഞെരിച്ചു. അവിടെ ഒരു പുറകിലേക്കാണ് അവരുടെ പെടലി തിരിച്ചിരിക്കുന്നത്. കൈ പിടിച്ച് ഒടിച്ചു.
എന്ന് നിങ്ങളോടല്ലേ വന്ന് പറഞ്ഞത്. ഇതിനേക്കാളും വലിയ കള്ള കേരളത്തിലെ അടുത്ത കാലത്ത് ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ പറയുന്നുണ്ടോ? UDFന് ആത്മവിശ്വാസം വർദ്ധിച്ചിരിക്കുന്നുവെന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. ഏറ്റവും പ്രശ്നങ്ങൾ കുറഞ്ഞ തെരഞ്ഞെടുപ്പാണ് ഇത്. വളരെ യോജിപ്പോടെയാണ് മുന്നോട്ടു പോകുന്നത്. അതേസമയം പ്രതിപക്ഷ നേതാവിന്റെ പാലക്കാട് ഡീൽ ആരോപണത്തിൽ സണ്ണി ജോസഫ് പ്രതികരണത്തിന് തയ്യാറായില്ല. ചൂട് കൂടുന്നവർ കൂടിക്കൊണ്ടിരിക്കുകയാണ്. വളരെ ആവേശത്തോടെ മുന്നേറുകയാണ്. ഏറ്റവും പ്രശ്നങ്ങൾ കുറഞ്ഞ ഒരു ഇലക്ഷനാണ് ഇത്. ഏറ്റവും പ്രശ്നങ്ങൾ കുറഞ്ഞ, ചിലപ്പോൾ മാധ്യമങ്ങൾ ഉണ്ടാക്കിയ ചില വാർത്തകളല്ലാതെ വലിയ പ്രശ്നങ്ങളില്ലാത്ത ഒരു ഇലക്ഷനാണ്. വളരെ യോജിപ്പാണ്, വളരെ ശക്തമായ മുന്നേറ്റമാണ്. ഇനി എന്തെങ്കിലും മൈനർ ഇഷ്യൂസ് ബാക്കിയുണ്ടെങ്കിൽ അത് നോമിനേഷൻ പിൻവലിക്കുന്ന ലാസ്റ്റ് ഡേറ്റ് ഉണ്ട് 24, 26 അതുവരെ ഉണ്ട്. ആ ദിവസങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അത് പരിഹരിക്കുന്നതായിരിക്കും. ആരൊക്കെ ഡീലുണ്ടാക്കിയാലും ശരിയായ ഡീൽ നടക്കുന്നത് UDFും ജനങ്ങളുമായിട്ടാണെന്ന് ഷാഫി പറമ്പിൽ MP. പാലക്കാട് മത്സരം UDFും BJPയും തമ്മിലാണ്. രമേശ് പിഷാരടിക്കുള്ള നടൻ ആസിഫ് അലിയുടെ പിന്തുണ അദ്ദേഹത്തിലെ സിനിമാക്കാരനുള്ളതായി മാത്രം കരുതുന്നില്ല. അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള സർക്കാർ വരണമെന്ന് അദ്ദേഹം പറഞ്ഞത് രാഷ്ട്രീയ പ്രസ്താവനയാണെന്നും ഷാഫി പറമ്പിൽ പറഞ്ഞു. അത് അവിടെ എന്ത് ഡീല് ആര് തമ്മിലുണ്ടാക്കിയാലും ജനങ്ങൾ UDFുമായിട്ടാണ് പാലക്കാട് ഡീല്. അത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും ഞാൻ പറഞ്ഞതാണ്. ആ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലും പറഞ്ഞത് ജനങ്ങൾ ഏറ്റെടുത്ത് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പോൾ പാലക്കാടിനെ സംബന്ധിച്ചിടത്തോളം ഐക്യജനാധിപത്യ മുന്നണി അവിടെ ജയിക്കണം എന്നുള്ളത് ജനങ്ങളുടെ ആഗ്രഹമാണ്. ആസിഫ് പറയുന്നു പ്രചാരണത്തിനായി വേണമെങ്കിൽ എത്താമെന്ന് പറയുന്നു. ഇത് ഈ രമേശ് പിഷാരടി എന്ന സിനിമാ നടന് മാത്രം ലഭിക്കുന്ന പിന്തുണയാണ്, അതോ UDFിനോടൊരു പിന്തുണ ഇൻഡയറക്റ്റ് ആയിട്ടും ഈ കേന്ദ്രങ്ങളിലൊക്കെ വരുന്നുണ്ടോ? അതിനകത്ത് ആദ്യം അദ്ദേഹം പറഞ്ഞ മറുപടിയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. രമേശ് പിഷാരടി പറഞ്ഞ മറുപടി നിങ്ങൾ കേട്ടതാണ്. അപ്പൊ അവരെയൊക്കെ വിളിച്ചു കൊണ്ടുവരുമോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത്, ഞാനൊരു സിനിമാ നടനായതിന്റെ പേരിലോ അല്ലെങ്കിൽ സിനിമാ നടന്മാർ പ്രചരണം ചെയ്തതിന്റെ പേരിലോ ജയിച്ചു എന്ന് കേൾക്കാനല്ല ഞാൻ ആഗ്രഹിക്കുന്നത്. എന്റെ രാഷ്ട്രീയം ഇവിടെ ജയിക്കണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അദ്ദേഹം തന്നെ മറുപടി പറഞ്ഞത്. 1. 2, ആസിഫ് അലിയൊക്കെ പറഞ്ഞതിൽ അഭിപ്രായ സ്വാതന്ത്ര്യം അനുവദിക്കുന്ന ഒരു സർക്കാർ സംവിധാനം ഇവിടെ അധികാരത്തിൽ വരണം. അതൊരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെന്റ് ആണ്. തെരഞ്ഞെടുപ്പ് പ്രചാരണം സജീവമായതോടെ വരും ദിവസങ്ങളിൽ ദേശീയ സംസ്ഥാന നേതാക്കൾ കേരളത്തിലേക്ക് എത്തും. LDFന്റെ തെരഞ്ഞെടുപ്പ് പ്രചരണാർത്ഥം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ മുതൽ ജില്ലകളിൽ പര്യടനം നടത്തും. ഏപ്രിൽ 3 വരെയുള്ള ദിവസങ്ങളിലായി 48 കേന്ദ്രങ്ങളിൽ മുഖ്യമന്ത്രി പ്രസംഗിക്കും. മുഖ്യമന്ത്രിയുടെ പര്യടനത്തിന് നാളെ പത്തനംതിട്ടയിലാണ് തുടക്കമാകുന്നത്. CPIM നേതാക്കളായ MA ബേബി, MV ഗോവിന്ദൻ, A വിജയരാഘവൻ, പ്രകാശ് കാരാട്ട്, ബൃന്ദ കാരാട്ട്, ബിജു കൃഷ്ണൻ, മറിയം ദാവ്ലെ, സുഭാഷിണി അലി തുടങ്ങിയവരും വിവിധയിടങ്ങളിൽ പൊതുയോഗങ്ങളിൽ സംസാരിക്കും. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി എന്നിവരും NDAയ്ക്കായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി, ആഭ്യന്തരമന്ത്രി അമിത്ഷാ എന്നിവരും വരും ദിവസങ്ങളിൽ സംസ്ഥാനത്തെത്തും. G. സുധാകരനെതിരെ നടത്തിയ പരാമർശത്തിലൂടെ മുഖ്യമന്ത്രിയുടെ തനി നിറം പുറത്തുവന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. G. സുധാകരൻ എടുത്തത് ധീരമായ നിലപാടാണ്. മുഖ്യമന്ത്രിക്ക് പ്രായം പ്രശ്നമല്ലെങ്കിൽ G. സുധാകരൻ എങ്ങനെയാണ് പ്രശ്നമാവുകയെന്നും വേണുഗോപാൽ ചോദിച്ചു. G. സുധാകരൻ ചെറ്റത്തരമാണ് കാണിച്ചത് എന്ന് പറഞ്ഞതോടുകൂടി യഥാർത്ഥ മുഖം വെളിച്ചത്ത് വന്നിരിക്കുകയാണ്. മുഖ്യമന്ത്രിയുടെ തനിനിറം ഇതാണ് എന്നുള്ളത് ഒരിക്കൽ കൂടി അദ്ദേഹം തെളിയിച്ചു. നികൃഷ്ട ജീവിയിൽ നിന്നും പരനാറിയിൽ നിന്നും എടാ ഗോപാലകൃഷ്ണനും പുള്ളി മാറിയിട്ടേ ഇല്ല. ഈ ഇടക്കാലത്തെ മാറ്റമൊക്കെ തന്നെ തെരഞ്ഞെടുപ്പ് കണ്ട് PR കൊടുത്ത അഡ്വൈസ് അനുസരിച്ചുള്ള മാറ്റമാണ്. തനിനിറം ഇത് തന്നെയാണ് തെളിയിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് യാഥാർത്ഥ്യം. G. സുധാകരന്റെ കാര്യത്തിൽ നിങ്ങൾക്കറിയാം, G. സുധാകരൻ അഭിപ്രായങ്ങൾ തുറന്നു പറഞ്ഞ ആളാണ്. കോൺഗ്രസിനെ വിമർശിക്കാറുണ്ട് നിശിതമായിട്ട്. CPMനകത്തും ചില വിമർശനങ്ങൾ അദ്ദേഹം ഉന്നയിക്കാറുണ്ട്. അതൊന്നും ചെറ്റത്തരമായിട്ട് മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല. സുധാകരൻ ചെറ്റത്തരം കാണിക്കുന്നുണ്ടെങ്കിൽ അതിപ്പോൾ മാത്രമായിരുന്നു ബാധകം. ഒരു കാര്യം ഉറപ്പാണ്, അത് കൃത്യമായിട്ട് അറിയുന്നത് കൊണ്ടാണ്. കൊടുവള്ളി മുൻ LDF MLA കാരാട്ട് റസാഖ് വീണ്ടും മുസ്ലിം ലീഗിൽ. പാണക്കാടെത്തി അംഗത്വം സ്വീകരിച്ചു. യാതൊരു ഉപാധികളും ഇല്ലാതെയാണ് കാരാട്ട് റസാഖ് തിരിച്ചു വന്നതെന്ന് പാണക്കാട് സാധിക്കലി ശിഹാബ് തങ്ങൾ പറഞ്ഞു. 10 വർഷങ്ങൾക്ക് മുമ്പ് ഇതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് കാലത്താണ് കാരാട്ട് റസാഖ് അന്ന് മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെച്ചത്. ഇപ്പോൾ ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് തന്നെ അദ്ദേഹം പാർട്ടിയിലേക്ക് തിരിച്ചു വന്നിരിക്കുകയാണ്. വളരെ സന്തോഷപൂർവ്വം അദ്ദേഹത്തിന് ഇപ്പോൾ നമ്മൾ മെമ്പർഷിപ്പ് കൊടുത്തു. ഒരു ഉപാധികളുമില്ലാതെയാണ് അദ്ദേഹം വന്നിട്ടുള്ളത്. ഇനി അദ്ദേഹം മുസ്ലിം ലീഗിൽ സജീവമായി പ്രവർത്തിക്കും എന്ന് അദ്ദേഹം ഞങ്ങൾക്ക് ഉറപ്പ് തരികയുണ്ടായി. ഏതായാലും
അദ്ദേഹത്തെ ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുകയാണ്. UDF ട്രെൻഡ് തെളിയിക്കുന്നതാണ് തിരിച്ചുവരവുകളെന്ന് മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി. ഇപ്പോൾ ട്രെൻഡ് UDFന് അനുകൂലമാണ് എന്നാണ് ഇത് കാണിക്കുന്നത്. അവർ ലീഗിലെ ആളുകളെ സ്വതന്ത്രന്മാരെയൊക്കെ പിടിച്ച് പണ്ട് കളിച്ച പോലെ കളിക്കാൻ കഴിയും എന്നാണ് കരുതിയത്. പക്ഷേ ഇപ്പോൾ ഒഴുക്ക് ഇങ്ങോട്ടാണ്. കാരാട്ട് റസാഖ് വളരെ കാലം വലിയ റെക്കോർഡ് ലീഗിൻ്റെ കൂടെയുള്ള ഒരാളാണ്. ഒരു ചെറിയ ഗ്യാപ്പ് വന്നു. അദ്ദേഹത്തിന് തറവാട്ടിലേക്ക് തിരിച്ചു വരാൻ തോന്നി. തങ്ങൾ സ്വാഗതം ചെയ്തു, മെമ്പർഷിപ്പ് കൊടുത്തു. വളരെ സന്തോഷം. തറവാട്ടിലേക്ക് തിരിച്ചുവരുന്നുവെന്നും മദ്രസ അധ്യാപക ക്ഷേമനിധി ബോർഡ് ചെയർമാൻ സ്ഥാനം ഉടൻ രാജിവെക്കുമെന്നും കാരാട്ട് റസാഖ് പറഞ്ഞു. തറവാട്ടിലേക്ക് തിരിച്ചു വന്ന് മാതൃസംഘടനയിൽ പ്രവർത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ ലക്ഷ്യമുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനെ സാഹചര്യം തോന്നിയത്? മറ്റു കാര്യങ്ങളൊക്കെ 4 മണിക്ക് തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉണ്ട് UDFന്റെ കൊടുവള്ളി വെച്ച്. അവിടെ വെച്ച് നമ്മൾ സംസാരിക്കാം. ബോർഡ് ചെയർമാൻ സ്ഥാനം തുടരില്ല. ഇല്ല, രാജിവെക്കും. നേരത്തെ PA മുഹമ്മദ് റിയാസ് ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെയാണല്ലോ പറഞ്ഞിരുന്നത്. അതൊന്നും പരിഹരിച്ചില്ല പാർട്ടി. ആ രീതിയിൽ പരിഹരിക്കാനാണ് ശ്രമിച്ചിരുന്നില്ല. പരിഹരിക്കാത്തത് കൊണ്ടാണല്ലോ പുനർചിന്തനം നടത്തേണ്ടി വന്നത്. രാത്രി എടുത്ത തീരുമാനം. ഉപാധികളൊന്നുമില്ല. വിശ്വാസമാണ് പാർട്ടിയെ. പ്രത്യേകിച്ച് തങ്ങളുടെയും കുഞ്ഞാൽ സാഹിബിനെയും മുനീർ സാഹിബിനെയും ഒക്കെ വിശ്വാസമാണ്. ഇനി പാർട്ടി സജീവമായിട്ടുണ്ടാവും. തീർച്ചയായിട്ടും 10 കൊല്ലം പിന്നെ പ്രവർത്തിക്കാത്തത് അതിൻ്റെ ഡബിൾ മടങ്ങ് പ്രവർത്തിച്ച് മുമ്പോട്ട് പോകാനാണ് ആഗ്രഹിക്കുന്നത്. MS അനീഷ് കുമാർ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. അനീഷ്, സ്ഥാനാർത്ഥി നിർണയത്തോടെ ലീഗിലുണ്ടായ പ്രശ്നങ്ങൾ അത് മുതലെടുത്ത് വിസ്മയം തീർക്കാം എന്നതായിരുന്നു ഇടതുപക്ഷം കരുതിയിരുന്നത്. രണ്ടത്താണിയൊക്കെ ഒപ്പം നിർത്താനുള്ള ശ്രമം നടത്തി. അത് പരാജയപ്പെട്ടതിന് പിന്നാലെയാണ് ഇടതുപക്ഷത്തിലുള്ള ബന്ധം അവസാനിപ്പിച്ചുകൊണ്ട് കാരാട്ട് റസാഖ് തിരിച്ചു പോകുന്നത്. ഏത് തരത്തിലാണ് ഇത് മലബാർ രാഷ്ട്രീയത്തിൽ പ്രതിഫലിക്കുക? രേണുക, സ്വതന്ത്രന്മാരെ ഉപയോഗിച്ച് ലീഗ് വോട്ടുകളിൽ വെള്ളിൽ വീഴ്ത്തുക എന്ന ഫലപ്രദമായ CPM തന്ത്രത്തിന്റെ ഒരു ആൾ കൂടിയാണ്, അല്ലെങ്കിൽ അതിന്റെ ഒരു ഫലത്തിൽ ഉൾപ്പെട്ട ആൾ കൂടിയാണ് കാരാട്ട് റസാഖ്. അദ്ദേഹം 2016 മുസ്ലിം ലീഗ് വിടുകയും കൊടുവള്ളിയിൽ സ്വതന്ത്രനായി മത്സരിക്കുകയും ചെയ്ത് അവിടെ 571 വോട്ടുകൾക്ക് MA റസാഖിനെ അദ്ദേഹം പരാജയപ്പെടുത്തി. കൊടുവള്ളിയിൽ PT റഹീമിന് ശേഷം UDF കോട്ടയിൽ വിള്ളൽ വീഴ്ത്തിയ ഒരു നേതാവ് കൂടിയാണ്. എന്നാൽ 2021 തെരഞ്ഞെടുപ്പിൽ വീണ്ടും ഇടതുപക്ഷത്തിനായി മത്സരിച്ചുവെങ്കിലും MK മുനീർ അദ്ദേഹത്തെ 6500-ലധികം വോട്ടുകൾക്ക് പരാജയപ്പെടുത്തുകയായിരുന്നു. പിന്നീട് അദ്ദേഹത്തിന് ഇത്തവണ സീറ്റ് നൽകും എന്നുള്ള ചില പ്രതീക്ഷകളൊക്കെ ലഭിച്ചുവെങ്കിലും സീറ്റ് നൽകുന്നില്ല എന്നൊരു നിലപാടിലേക്ക് CPM എത്തുകയായിരുന്നു. ലീഗിൽ നിന്ന് തന്നെ വിട്ടുവരുന്ന മറ്റ് പല ആളുകളെയും സ്ഥാനാർത്ഥിത്തിനായി CPM സമീപിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ സലിം മടവൂരിനെ സ്വതന്ത്രനായി കണ്ടെത്തുകയും അദ്ദേഹത്തിന് അവിടെ മത്സരിക്കാൻ നിയോഗിക്കുകയും ചെയ്തു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് കാരാട്ട് റസാഖ് CPMുമായുള്ള ബന്ധം പൂർണ്ണമായി വിച്ഛേദിക്കുന്നതിനുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയത്. നേരത്തെ തന്നെ CPMുമായി ഒരു അകൽച്ച കുറച്ച് നാളുകളായി കാരാട്ട് റസാഖിന് ഉണ്ടായിരുന്നു. അദ്ദേഹം INL ചേരുമെന്ന ചില സൂചനകളൊക്കെ ലഭിച്ചു. പക്ഷേ പിന്നീട് അദ്ദേഹം അത് തള്ളിപ്പറഞ്ഞു. ഇതിനുശേഷം CPMൽ പരസ്യ കലാപം നടത്തി PV അൻവർ MLA പുറത്തേക്ക് ഇറങ്ങിയപ്പോഴും അൻവറിനെ പിന്തുണയ്ക്കുന്ന ചില പ്രസ്താവനകളും അദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായി. അസമയത്തൊക്കെ ചോദിച്ചെങ്കിലും CPM വിടുന്നതിന് അല്ലെങ്കിൽ CPMനോടുള്ള ബന്ധം അവസാനിപ്പിക്കുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞിരുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ സീറ്റ് ലഭിക്കില്ല എന്ന് 100% ഉറപ്പ് വന്നതോടുകൂടി മറ്റൊരു സ്ഥാനാർത്ഥിയെ CPM മണ്ഡലത്തിൽ നിയോഗിക്കുകയും ചെയ്തതോടുകൂടിയാണ് പൂർണ്ണമായും CPMുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചത്. ഇന്നലെ രാത്രിയാണ് ഇത് സംബന്ധിച്ച തീരുമാനം എടുത്തതെന്ന് അദ്ദേഹം പറഞ്ഞു. ഇന്ന് രാവിലെ പാണക്കാട് എത്തുകയും ലീഗിന്റെ മെമ്പർഷിപ്പ് സ്വീകരിക്കുകയും ചെയ്തിരുന്നു. എന്തായാലും ഇന്ന് വൈകുന്നേരമാണ് കൊടുവള്ളിയിൽ UDFന്റെ കൺവെൻഷൻ വിളിച്ചു ചേർത്തിരിക്കുന്നത്. കൂടുതൽ കാര്യങ്ങൾ ആ കൺവെൻഷനിൽ അറിയിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഒപ്പം ഈ കാരാട്ട് ഫൈസലിനെ പോലെ മറ്റ് ചില ഇടത് സഹയാത്രികർ കൂടി ഈ കൊടുവള്ളി നഗരസഭാ തെരഞ്ഞെടുപ്പിൽ നേരത്തെ വിജയിക്കുകയും ഇത്തവണ പരാജയപ്പെടുകയും ഒക്കെ ചെയ്ത ഫൈസൽ അടക്കമുള്ള മറ്റു ചിലർ കൂടി ഈ കാരാട്ട് റസാഖിനോടൊപ്പം ലീഗിലേക്ക് മടങ്ങിയെത്തുമോ എന്നതൊരു ചെറിയ ആകാംക്ഷയുണ്ട്. എന്തായാലും ഇക്കാര്യത്തിൽ ഫൈസലിനെ നമ്മൾ ബന്ധപ്പെടാൻ ശ്രമിച്ചുവെങ്കിലും കൃത്യമായ അദ്ദേഹത്തെ ഫോണിൽ ലഭ്യമല്ലാത്ത സാഹചര്യമുണ്ട്. അതുകൊണ്ട് കൂടുതൽ വിസ്മയങ്ങൾ ഇന്ന് വൈകുന്നേരം നടക്കുന്ന കൺവെൻഷനിൽ ഉണ്ടാകുമോ എന്നതാണ് കൊടുവള്ളി കാത്തിരിക്കുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്.
2021 തോൽവിക്ക് ശേഷം വലിയ രീതിയിലുള്ള അവഗണന സഹിക്കേണ്ടി വന്നു. ഒറ്റ ദിവസം കൊണ്ട്, ഇന്നലെ ഒറ്റ രാത്രി കൊണ്ടെടുത്ത തീരുമാനം എന്നതൊക്കെയാണ് കാരാട്ട് റസാഖ് വിശദീകരിക്കുന്നത്. 10 വർഷം ചെയ്യാത്തതിനേക്കാൾ കൂടുതൽ പ്രവർത്തനങ്ങൾ ലീഗിന് വേണ്ടി ഇനി ചെയ്യും എന്നതാണ് അദ്ദേഹം പറയുന്നത്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. കാരാട്ട് റസാഖിന്റെ തിരിച്ചുവരവ് കൊടുവള്ളിയിൽ മാത്രമല്ല സമീപ മണ്ഡലങ്ങളിലും UDFന് അനുകൂലമായ സാഹചര്യം തീർക്കുമെന്ന് PK ഫിറോസ്. UDF വിട്ടവർക്ക് LDFിൽ പിടിച്ചു നിൽക്കാനാകില്ല എന്നതുകൊണ്ട് കൂടുതൽ പേർ മാതൃസംഘടനയിലേക്ക് തിരിച്ചെത്തുമെന്നും PK ഫിറോസ് പറഞ്ഞു. കൊടുവള്ളി മാത്രമല്ല, കൊടുവള്ളിയിൽ അത് തെരഞ്ഞെടുപ്പ് ഫലത്തിൽ പ്രതിഫലിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പക്ഷേ കൊടുവള്ളിക്ക് പുറമെ കൊടുവള്ളിയുടെ സമീപ മണ്ഡലങ്ങളിൽ പോലും, കാരണം കേരളത്തിലെ ജനങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നതിൻ്റെ ഒരു പരിച്ഛേദമാണ് അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ഈ തീരുമാനം. പാർട്ടി വിട്ടുപോയവർ, മുന്നണി വിട്ടുപോയവരെല്ലാം പാർട്ടിയിലേക്ക് തിരിച്ചു വരുന്നു, മുന്നണിയിലേക്ക് തിരിച്ചു വരുന്നു. കൊടുവള്ളിയുടെ പ്രത്യേക സാഹചര്യം തന്നെ എടുത്ത് പരിശോധിച്ചാൽ 2 തവണയും UDF പരാജയപ്പെട്ടത് പാർട്ടിക്കകത്തുനിന്ന് ആളുകൾ പുറത്തു പോയതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ പുറത്തുപോയ ആളുകൾക്ക് പ്രവർത്തിക്കാൻ പറ്റിയ ഒരു ഇടമല്ല CPIM എന്ന് അവർ മനസ്സിലാക്കിയതുകൊണ്ടാണല്ലോ അവർ തിരിച്ചു വരുന്നത്. ഇത് മറ്റുള്ള ആളുകളെ പോലും സ്വാധീനിക്കും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. കൂടുതൽ വരും ദിവസങ്ങളിൽ കൂടുതൽ ആളുകൾ മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരാൻ ഇത് സഹായകരമാകും എന്നാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. മങ്കട മണ്ഡലത്തിൽ തനിക്കെതിരെ ഒരു പ്രതിഷേധവുമില്ലെന്ന് UDF സ്ഥാനാർത്ഥി മഞ്ഞളാം കുഴിയാലി. കുന്നത്ത് മുഹമ്മദ് ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായി മാറി. മണ്ഡലത്തിൽ ഇതൊന്നും സ്വാധീനമുണ്ടാക്കില്ലെന്നും വിജയമുറപ്പാണെന്നും മഞ്ഞളാം കുഴിയാലി പറഞ്ഞു. മങ്കടയിലെ UDF സ്ഥാനാർത്ഥി ശ്രീ മഞ്ഞളാം കുഴിയാലിയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അലീക്ക, പ്രചാരണം അതിൻ്റെ ഫസ്റ്റ് ഗിയറിലാണ് അല്ലേ? തുടങ്ങിയിട്ടുള്ളൂ. ഞങ്ങൾ 2 ദിവസം മുമ്പേയാണല്ലോ കാര്യങ്ങളൊക്കെ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നത്. ഗംഭീരമായിട്ടുണ്ട്. തുടക്കം വെരി ഗുഡ്. നല്ല രീതിയിൽ ജനങ്ങളുമായി ബന്ധപ്പെടുന്നുണ്ട്. അവരെല്ലാം വളരെ വളരെ ഹാപ്പിയാണ്. ഈ ഗവൺമെൻറ് ഒന്ന് മാറിക്കിട്ടണം എന്നുള്ള വലിയ താല്പര്യത്തോടു കൂടിയാണ് അവരൊക്കെ പ്രവർത്തിക്കുന്നത്. പ്രവർത്തകരും വളരെ സന്തോഷത്തോടു കൂടിയിട്ട് ഓരോരോ കാര്യങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. ഇന്ന് വൈകിട്ട് ഞങ്ങളുടെ മണ്ഡലം കൺവെൻഷനുണ്ട്. നാളെ 11 മണിക്ക് നോമിനേഷൻ സമർപ്പിക്കും. മങ്കടം മണ്ഡലം ഉള്ളംകൈയിലെ രേഖ പോലെയാണ് അങ്ങേക്ക്. എല്ലാം കൃത്യമായിട്ട് അറിയാം. പലതവണയായിട്ട് ഇടതിലും വലതിലും അങ്ങ് മത്സരിച്ച ഇടമാണ്. പക്ഷേ അന്നൊന്നുമില്ലാത്തൊരു പ്രതിഷേധം ഒരു ഭാഗത്തുണ്ടാവുന്നത് എങ്ങനെ കാണുന്നു? അങ്ങനെ ഒരു പ്രതിഷേധം ഞാൻ കാണുന്നില്ല, എവിടെയും കാണുന്നില്ല അങ്ങനത്തെ ഒരു പ്രതിഷേധം. ഞാനുണ്ടായതിൽ വളരെ സന്തോഷമാണ് പല ആൾക്കാരും ഇപ്പോൾ കാണിക്കുന്നത്. ഇപ്പോൾ ഞങ്ങളിപ്പോൾ അടുത്തൊരു മങ്കടയിലുള്ള ഒരു വലിയ പഴയ ഒരു കുടുംബത്തിൽ പോയി, വെള്ളയാടി കുടുംബം. പഴയ കാലത്തുള്ള ആൾക്കാരാണ്. കുറേയധികം ആൾക്കാർ, പിന്നെ പ്രായമായ ആൾക്കാർ, പല വലിയ വലിയ സ്വാതന്ത്ര്യ സമര സേനാനികളാണ്, പല പിന്നെ വലിയ വലിയ ജോലിയിൽ നിന്നൊക്കെ റിട്ടയർ ചെയ്ത ആൾക്കാരാണ്. അവരൊക്കെ ഭയങ്കര സന്തോഷമാണ്. നിങ്ങൾ വീണ്ടും വന്നിട്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട്. നിങ്ങൾ തന്നെ അങ്ങനെ ആണെങ്കിലാണെന്നൊക്കെ പ്രാർത്ഥിച്ചിട്ട് തന്നെ അനുഗ്രഹിച്ചിട്ട് അവരൊക്കെ വിട്ടത്. മുഹമ്മദിന്റെ സ്വാതന്ത്ര്യത്തൊന്നും കാര്യമാക്കുന്നില്ല. അതിപ്പോൾ ഏതായാലും ഒരു എതിരാളി ഇല്ലാതിരിക്കില്ല. അതാണ് അതിനെപ്പറ്റി പറയാനുള്ളത്. ഇടതുപക്ഷം അവരുടെ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുന്നൊക്കെയാണ് കേൾക്കുന്നത്. എങ്ങനെ കാണുന്നു അങ്ങനെ ഒരു സാധ്യത? അല്ല, അതിപ്പോൾ ഓൾറെഡി വന്നല്ലോ. LDF സ്ഥാനാർത്ഥിയാണ് പിന്നെ കുന്നത്ത് മുഹമ്മദ് എന്നുള്ളത്. അതിൻ്റെ പത്രങ്ങളിലും മറ്റുള്ള TV-യിലും മീഡിയയിലൊക്കെ വരാൻ തുടങ്ങി. അതൊരു നല്ല പഴയ ഒരു സഖാവാണ്. യാതൊരു കുഴപ്പമില്ലാത്ത ഒരു പാവൻ സഖാവാണ്. എനിക്കൊക്കെ നന്നായിട്ട് അറിയുന്ന ഒരാളാണ്. അല്ലേ? നല്ല മനുഷ്യൻ. ഇവിടെ കഴിഞ്ഞ തവണ പൂർത്തീകരിക്കാൻ കഴിയാത്ത പല പദ്ധതികളുണ്ടായിരുന്നല്ലോ. എങ്ങനെയാണ് ഇത്തവണ അതിൻ്റെ ഒരു സാഹചര്യം? ഞങ്ങളിവിടെ തന്നെ ഗവൺമെൻറ് പ്രാവശ്യം UDF ഗവൺമെൻറ് അധികാരത്തിൽ വരുന്നത് തന്നെയാണ് ഞങ്ങൾ വിശ്വാസം. ഞങ്ങൾ വന്ന ആദ്യമായിട്ട് ഞങ്ങൾ ചെയ്യാൻ പോകുന്നത് ഈ അങ്ങാടിപ്പുറത്തുള്ള ബൈപ്പാസാണ്. അത് 10 കൊല്ലം ഇവർ പല കാര്യങ്ങളും പറഞ്ഞിങ്ങനെ നീട്ടിപ്പോയി. ഞങ്ങളിത് ഈ ആദ്യം പിന്നെ ഈ ROB വേണം, അതിനുശേഷം ബൈപ്പാസ് ആരംഭിക്കണം എന്നുള്ള രീതിയിലാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ കാലഘട്ടങ്ങളിൽ നമ്മൾ ആരംഭിച്ചത്. അന്ന് പാലം പിന്നെ ഉദ്ഘാടനം ചെയ്യാൻ കഴിഞ്ഞു. പക്ഷേ ആ സ്ഥലം നമുക്ക് ഏറ്റെടുത്തു. അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് സർക്കാർ മാറിയത്. പിന്നെ 10 വർഷം ഈ ഗവൺമെൻറ് ഇങ്ങനെ വെറുതെ ഓരോന്ന് പറഞ്ഞ് നീട്ടിയായിരുന്നു. അതിന് ശ്രീരാമകൃഷ്ണൻ സ്പീക്കറായിരുന്നു. അദ്ദേഹം കലക്ട്രേറ്റിൽ മീറ്റിംഗ് വിളിച്ച് ഇപ്പോൾ ആരംഭിക്കുമെന്ന് പറഞ്ഞു. ഒന്നും നടന്നില്ല. പിന്നെ അതിനുശേഷം പാലോളി മുഹമ്മദ് കുട്ടിയെ പോയിട്ട് അവിടെ പിന്നെ മന്ത്രിയെ കണ്ടു. ഒന്നും നടന്നില്ല. അതുപോലെ തന്നെ പിന്നെ ശശികുമാർ, മറ്റുള്ള എല്ലാ ആൾക്കാരും, പല ആൾക്കാരും മന്ത്രിമാരെ പോയി കണ്ടു. ഇപ്പോഴത്തെ PWD മിനിസ്റ്ററെ കണ്ടു. ഇപ്പം തുടങ്ങുമെന്ന് പറഞ്ഞു. ഒന്നും തുടങ്ങിയില്ല. അത് കൽപ്പിച്ചു കൂട്ടി അവരെ ഇങ്ങനെ നീട്ടിക്കൊണ്ടുപോകണം. പ്രതിപക്ഷ മണ്ഡലങ്ങളിൽ എന്തൊക്കെ ബുദ്ധിമുട്ടിക്കാൻ പറ്റും അതൊക്കെ അവർ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ ഗവൺമെൻറ് വരികയാണെങ്കിൽ ഒരു സംശയവുമില്ല, വരും തന്നെയാണ് ഞങ്ങളൊക്കെ വിശ്വാസം. ഞങ്ങൾ ആദ്യമായിട്ട് ആരംഭിക്കുന്ന വർക്ക് അതായിരിക്കും. മാനന്തമംഗലം ബൈപ്പാസ്. പെരിന്തൽമണ്ണയെ ഇത് ഒഴിവാക്കാനുള്ളൊരു ബൈപ്പാസ് അത്യാവശ്യമാണ്. പെരിന്തൽമണ്ണ ടൗൺ പല സ്ഥലങ്ങളിലും വീർപ്പുമുട്ടാണ്. ഇവിടെ അങ്ങാടിപ്പുറത്ത് തൊട്ട് ഉണ്ട്. അതിനിപ്പം പിന്നെ ഈ റോഡ് പിന്നെ സർക്കാരിന് വിട്ടുതരാമെന്നാണ് പറയുന്നത്. അപ്പം അതിൻ്റേതായ പ്രശ്നമുണ്ട്. അങ്ങനെ എല്ലാ സ്ഥലങ്ങളും, ഇപ്പോൾ കേരളത്തിലെ എല്ലാ സ്ഥലങ്ങളിലും വല്ലാത്ത രീതിയിൽ ട്രാഫിക് വരുന്നുണ്ട്.
ഒരു സംശയമില്ലാതെ നമുക്ക് പരിഹരിക്കാൻ കഴിയും. ഇടതുപക്ഷം വലതുപക്ഷ MLA-മാരുടെ ഒരു അവഗണന കാണിക്കുന്നു എന്നതിനെ കൃത്യം പറയാം. അല്ല, അവർ സംശയമില്ലല്ലോ. നമ്മുടെ സാധാരണഗതിയിൽ അവരുടെ MLA-മാർക്ക് കൊടുക്കുന്ന ആ സൗകര്യങ്ങളൊന്നും ഇവിടെ തരുന്നില്ല. പിന്നെ ഞങ്ങൾക്കൊക്കെ കിട്ടുന്ന കൂടുതലും കേന്ദ്ര ഫണ്ടുകളാണ്. കുടിവെള്ള പദ്ധതി, അതേപോലെ റോഡിനുള്ള പദ്ധതി, പാലത്തിനുള്ള പദ്ധതി, അതൊക്കെ കേന്ദ്ര സർക്കാരിൻ്റെ ഫണ്ടുകളാണ്. ഇവർ തരുന്നത് കുറേശ്ശെ അങ്ങനെ തരും. 5 കോടി 10 കോടി അങ്ങനെയൊക്കെ ചെറിയ ചെറിയ വർക്കുകളാണ് സാധാരണഗതിയിൽ തരിക. ഇനി മത്സരത്തേക്ക് വരികയാണെങ്കിൽ കഴിഞ്ഞ തവണത്തേക്കാൾ ഒരു ഭൂരിപക്ഷം പ്രതീക്ഷിക്കുന്നത് എന്താണ് പ്രതീക്ഷകൾ? അല്ല, അത് ജനങ്ങൾ പറയുന്നത് വളരെ വലിയ സംഖ്യയാണ്. എനിക്കത് പിന്നെ കേൾക്കുമ്പോൾ ഞാൻ തന്നെ ഞെട്ടിപ്പോകുന്നത്. അത്രയും വലിയ ഇതാണ്. പക്ഷേ അവർ ഉറപ്പാണ്, നല്ല കാര്യങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. ജനങ്ങളുമായിട്ട് എല്ലാവരോടും നല്ല ബന്ധം പുലർത്തിയിട്ടുണ്ട്. അവരുടെ ബുദ്ധിമുട്ടുകളിലൊക്കെ ഞങ്ങൾ വളരെ സജീവമായിട്ടുണ്ടായിട്ടുണ്ട്. പ്രവർത്തകരൊക്കെ വളരെ ഹാപ്പി ആയിട്ടാണ്. ഇപ്പോൾ ഈ കഴിഞ്ഞ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് കണ്ടില്ലേ, 7 പഞ്ചായത്ത് ഞങ്ങൾ തൂത്തുവാരി ക്ലീൻ സ്വീപ്പാണ്. അത് മാത്രമല്ല, ആകെ 147 പിന്നെ സീറ്റുള്ളതിൽ 120-ലധികം വരുന്ന സീറ്റ്, 125 സീറ്റ് പിന്നെ UDF-നാണ്. ജില്ലാ പഞ്ചായത്ത് അറിയാലോ, ഒരൊറ്റ പിന്നെ പ്രതിപക്ഷം ഇല്ല. ബ്ലോക്ക് പഞ്ചായത്തിൽ ഇവിടെ ആകെ ഉള്ള ഒരാളാണ് പ്രതിപക്ഷം. അപ്പോൾ അത്രയ്ക്ക് അതൊരു ക്ലീൻ സ്വീപ്പാണ്. 10-35,000 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് പിന്നെ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഉയർന്ന കേട്ട ശബ്ദങ്ങളൊന്നും വലിയ തോതിൽ തന്നെ സ്വാധീനം ചെലുത്തുന്നല്ല എന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ദൈവം അനുഗ്രഹിക്കട്ടെ, അതാണ് എനിക്ക് പറയാനുള്ളത്. ആത്മവിശ്വാസത്തോടെ തന്നെയാണ് മഞ്ഞളാംകുഴിയിലെ പ്രചരണം പുരോഗമിക്കുന്നത്. പ്രതിഷേധങ്ങൾ കാര്യമാക്കുന്നില്ല, ജനങ്ങൾ കൂടെയുണ്ട് എന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് അദ്ദേഹം. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. സ്ഥാനാർത്ഥി പ്രഖ്യാപനം പൂർത്തിയായതോടെ മലപ്പുറം ജില്ലയിലെ തെരഞ്ഞെടുപ്പ് ചിത്രം തെളിഞ്ഞെങ്കിലും LDF-നും UDF-നും പുതിയ വെല്ലുവിളികൾ ഉയരുന്നുണ്ട്. മങ്കടയിൽ മുസ്ലിം ലീഗിന്റെ മുൻ മണ്ഡലം പ്രസിഡന്റ് വിമതനായി മത്സരിക്കുന്നതാണ് ലീഗിന് തലവേദന. ഇടതുപക്ഷം പിന്തുണച്ചാൽ താൻ മങ്കടയിൽ വിജയിക്കുമെന്ന് വിമത സ്ഥാനാർത്ഥിയായ കുന്നത്ത് മുഹമ്മദ് അവകാശപ്പെടുന്നു. ഇക്കാര്യത്തിൽ തീരുമാനം നാളെയുണ്ടാകും. പൊന്നാനിയിൽ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായ TM സിദ്ദീഖ് ആരോഗ്യപരമായ കാരണങ്ങൾ കൊണ്ട് മണ്ഡലം സെക്രട്ടറി ചുമതല ഒഴിഞ്ഞ് അവധിയിൽ പ്രവേശിച്ചതാണ് CPM-നെ പ്രതിസന്ധിയിലാക്കിയത്. ഇടതുപക്ഷവും വലതുപക്ഷവും നേരിടുന്നത് 2 പ്രധാന പ്രശ്നങ്ങളാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ച് മങ്കടയിലെ വിമതനാണെങ്കിൽ ഇടതുപക്ഷത്തെ സംബന്ധിച്ച് അവരുടെ ഉറച്ച സീറ്റായി കരുതുന്ന പൊന്നാനിയിലെ ഏറ്റവും മികച്ച ഒരു നേതാവ് ആരോഗ്യപരമായ കാരണങ്ങളാൽ അവധിക്ക് പോകുന്നു എന്നുള്ളതാണ്. പൊന്നാനി നമുക്കറിയാം ഇടതുപക്ഷത്തിന് ഏറെ പ്രതീക്ഷയുള്ള സീറ്റാണ്. കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് ഇടതുപക്ഷം മാത്രം ജയിക്കുന്ന സീറ്റാണ്. അവിടെ TM സിദ്ദീഖ് എന്ന തീരദേശ മേഖലയിലെ ആ നേതാവിന് വലിയ സ്വാധീനമാണ് അവിടെയുള്ളത്. കഴിഞ്ഞ തവണ TM സിദ്ദീഖിന് സീറ്റ് നൽകാത്തതിനെ തുടർന്ന് വലിയ പ്രതിഷേധമുണ്ടായിരുന്നു. പരസ്യമായി ഇടതുപക്ഷ പ്രവർത്തകർ തെരുവിലിറങ്ങുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത്തരത്തിൽ വലിയ തോതിൽ തന്നെ ആ മേഖലയിൽ സ്വാധീനമുള്ള TM സിദ്ദീഖ് ആരോഗ്യപരമായ കാരണങ്ങളാൽ ഇത്തവണ മണ്ഡലം സെക്രട്ടറി സ്ഥാനത്ത് മാറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന് ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളുണ്ട്, മരുന്നുകൾ കഴിക്കുന്നുണ്ട്, ആരോഗ്യസ്ഥിതി മോശമാണ്. ഇപ്പോൾ അദ്ദേഹം കോഴിക്കോട്ടെ ആശുപത്രിയിലാണുള്ളത്. അദ്ദേഹം ചികിത്സയ്ക്കായിട്ട് ആശുപത്രിയിലേക്ക് മാറിയിരിക്കുകയാണ്. തെരഞ്ഞെടുപ്പ് മൂർച്ഛിച്ചു നിൽക്കുന്ന ഈ സമയത്ത് അദ്ദേഹത്തിൻ്റെ ഈ ഒരു അവധി വലിയ തോതിൽ തന്നെ ഇടതുപക്ഷത്തിൻ്റെ പ്രചരണങ്ങളെ ബാധിക്കും. പ്രത്യേകിച്ച് അദ്ദേഹത്തിന് ആ മേഖലയിൽ വലിയ സ്വാധീനമാണുള്ളത്. ഇത്തവണ അദ്ദേഹത്തിന് സീറ്റ് കിട്ടുന്ന പ്രതീക്ഷയായിരുന്നു അദ്ദേഹത്തിനൊപ്പമുള്ളവർക്കുണ്ടായിരുന്നത്. പക്ഷേ MK സക്കീറിനെ സ്ഥാനാർത്ഥിയാക്കിയതിന് വലിയ പ്രതിഷേധം അവിടെ ഉയരുന്നുണ്ട്. ഫ്ലക്സുകളും സാമൂഹ്യ മാധ്യമങ്ങളിലെ പ്രചരണങ്ങളൊക്കെ അതേപോലെ തന്നെ തുടരുന്നൊരു സാഹചര്യത്തിലാണ് TM സിദ്ദീഖ് അവധിയിൽ പോകുന്നത്. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ട് എന്നുള്ളത് വസ്തുത തന്നെയാണ്. പക്ഷേ അത് തെരഞ്ഞെടുപ്പിൻ്റെ ഈ ഘട്ടത്തിൽ അത്തരത്തിലൊരു അവധിക്ക് പോകുന്നത് പ്രചരണങ്ങളെ നേരിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യം തന്നെയായിരിക്കും അവിടെ ഉണ്ടാവുക. അവിടെ പകരം ചുമതല നൽകിയിരിക്കുന്നത് ഖലീമുദ്ദീനാണ്. അദ്ദേഹം പഴയ ഏരിയ സെക്രട്ടറിയാണ്, ഇപ്പോഴത്തെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗവുമാണ്. പ്രചരണത്തെ ഇത് ബാധിക്കില്ല എന്നൊക്കെ ഇടതുപക്ഷം പറയുന്നുണ്ടെങ്കിൽ പോലും TM സിദ്ദീഖിന് ആ ജനങ്ങളിലുള്ള സ്വാധീനം, അത് തെരഞ്ഞെടുപ്പിൽ അദ്ദേഹത്തിൻ്റെ ഈ അഭാവം, പ്രചരണ രംഗത്തെ ഈ അഭാവം ഒരുപക്ഷെ ഇടതുപക്ഷത്തിന് കടുത്ത പോരാട്ടം നടക്കുന്ന പൊന്നാനിയിൽ അല്പം വെല്ലുവിളി ഉണ്ടാക്കുന്ന സാഹചര്യം തന്നെയായിരിക്കും ഉണ്ടാവുക. അതോടൊപ്പം തന്നെ മങ്കടയിലേക്ക് വരികയാണെങ്കിൽ അവിടെ കുന്നത്ത് മുഹമ്മദ് എന്ന മുൻ മണ്ഡലം പ്രസിഡന്റാണ് പാർട്ടിക്കെതിരെ മത്സരിക്കുന്നത്. സ്വതന്ത്രനായിട്ടാണ് അദ്ദേഹത്തിൻ്റെ മത്സരമുള്ളത്. ഇവിടെ മങ്കടയിൽ നിന്ന് മാറാനുള്ള കാരണം മഞ്ഞളാംകുഴിയിൽ വീണ്ടും സ്ഥാനാർത്ഥിയാക്കുന്നതിൽ പ്രതിഷേധം തന്നെയാണ്. വികസന കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ടായിരുന്നു അലിയുമായിട്ട്. അദ്ദേഹത്തോട്, അതായത് നിയോജക കമ്മിറ്റിയോട് ചോദിക്കാതെയാണ് ഇത്തരത്തിലുള്ള തീരുമാനം ലീഗ് നേതൃത്വം കൈക്കൊണ്ടതെന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ആക്ഷേപം. പഞ്ചായത്തുകളെല്ലാം തന്നെ തദ്ദേശ തിരഞ്ഞെടുപ്പിൻ്റെ ഇലക്ഷനിൽ ഇവിടെ UDF ആണ് വിജയിച്ചത്. അത് കൃത്യമായിട്ട് അലിയുടെ മികവ് കൊണ്ടല്ല, മറിച്ച് നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ മികവ് കൊണ്ടാണെന്ന് അദ്ദേഹം അവകാശപ്പെട്ടു. താൻ സ്വതന്ത്രനായിട്ടാണ് മത്സരിക്കുന്നത്, LDF തന്നെ പിന്തുണച്ചാൽ ഇവിടെ വിജയം നേടാൻ സാധിക്കുമെന്നൊരു പ്രതീക്ഷയാണ് അദ്ദേഹം പങ്കുവയ്ക്കുന്നത്. ഈ സാഹചര്യത്തെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് LDF-നെ പിന്തുണ, ഞാനൊരു LDF-ന്റെ നേതാക്കളെയും ഈ സാഹചര്യത്തിൽ പോയിട്ടില്ല. ഈ സാഹചര്യത്തിൽ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ സ്വതന്ത്രമായി കൊടുത്ത്
ആർക്കും വേണമെങ്കിലും പിന്തുണക്ക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പിന്തുണക്കൽ എന്ന് വെച്ചാൽ പിന്തുണക്കാൻ ആരെങ്കിലും വരികയാണെങ്കിൽ അവരുമായി മുന്നോട്ട് പോകുക എന്നുള്ള സാഹചര്യം ഇപ്പോഴാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്നത് ഇത്തരം ഒരു കാര്യങ്ങൾ നിങ്ങളെ നിങ്ങളടിയിൽ പറയുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി മാത്രമാണ് വിളിച്ചു ചേർത്തുള്ളത്. ഇത് സംബന്ധിച്ചുള്ള LDFിൻ്റെ തീരുമാനം അടുത്ത ദിവസം ഉണ്ടാകുമെന്നാണ് അറിയാനാകുന്നത്. നിലവിൽ LDFയുടെ MP അലവി എന്ന നേതാവിനെ സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം പ്രചരണത്തിന് ഇറങ്ങിയിട്ടില്ല. ഒരുപക്ഷെ അടുത്ത ദിവസം അലവിയെ പിൻവലിച്ച് കുന്നത്ത് മുഹമ്മദിനെ പിന്തുണയ്ക്കുമോ എന്നുള്ള കാര്യത്തിൽ LDF നിലപാട് പ്രഖ്യാപിക്കും. എന്താണെങ്കിലും പ്രചരണം വളരെ കുറച്ച് ദിവസം മാത്രം ശേഷിച്ചിരിക്കെ ഈ തരത്തിൽ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടാകുന്ന അവ്യക്തതകൾ അത് ഇവിടെ മങ്കടയിൽ LDFിൻ്റെ പ്രചരണത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു സാഹചര്യമാണ് തീർത്തിരിക്കുന്നത്. അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. പുനലൂർ നിയോജക മണ്ഡലത്തിൽ കോൺഗ്രസ് ലീഗ് തർക്കം മുറുകുന്നു. തർക്ക പരിഹാരത്തിനായി കോൺഗ്രസ് ഭവനിൽ ചേർന്ന യോഗത്തിൽ പൊട്ടിത്തെറിയുണ്ടായി. DCC ജനറൽ സെക്രട്ടറിയും കോൺഗ്രസ് വിമത സ്ഥാനാർത്ഥിയുമായ SC സഞ്ജയ് ഖാൻ യോഗം ബഹിഷ്കരിച്ചിറങ്ങിപ്പോയി. മുസ്ലിം ലീഗിന് സീറ്റ് നൽകുന്ന നിലപാടാണെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്നാണ് മുന്നറിയിപ്പ്. നാളെ നോമിനേഷൻ കൊടുക്കുമെന്നും സഞ്ജയ് ഖാൻ പറഞ്ഞു. ഇവിടെ പുനലൂർ നിയമസഭാ മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിത്വവുമായി ബന്ധപ്പെട്ട് നിരവധിയായ വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇവിടുത്തെ സ്ഥാനാർത്ഥി ഇപ്പം നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള സ്ഥാനാർത്ഥി ഇവിടെ ഇറങ്ങിയാൽ വലിയ പരാജയമായിരിക്കും നിയോജകമണ്ഡലത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് UDF നേതൃത്വം പുനർവിചിന്തനം നടത്തിയില്ലെങ്കിൽ നാളെ നോമിനേഷൻ കൊടുക്കാൻ തന്നെയാണ് തീരുമാനം. എന്റെ സഹപ്രവർത്തകരുമായി ആലോചിച്ച് ബാക്കി കാര്യങ്ങൾ പറയും. മീഡിയ ഉൾപ്പെടെയുള്ളവരെ നാളെ എന്തോ അല്ല, ഇതിപ്പം കോൺഗ്രസ് പാർട്ടി ഒറ്റക്കെട്ടായി പുനലൂരിൽ ഒരു സ്ഥാനാർത്ഥിയെ തീരുമാനിച്ചു. ആ സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയാണെങ്കിൽ ഞാൻ സ്ഥാനാർത്ഥിയായി നോമിനേഷൻ കൊടുക്കും. അല്ല, ഭൂരിപക്ഷം എന്ന് പറഞ്ഞാൽ ഇവിടെ കോൺഗ്രസ് പാർട്ടി സ്ഥാനാർത്ഥിയാണെങ്കിൽ, കൈപ്പത്തി ചിഹ്നത്തിൽ സ്ഥാനാർത്ഥിയാണെങ്കിൽ UDFന്റെ സ്ഥാനാർത്ഥി വലിയ ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ട നിയോജകമണ്ഡലമാണ്. മനോജ് അപ്പുക്കുട്ടൻ വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നു. മനോജ്, UDFന് ഉറപ്പായിരുന്ന ഒരു സീറ്റ് കോൺഗ്രസിന് ഉറപ്പായിരുന്ന ഒരു സീറ്റ് ലീഗിന് കൊടുത്തു എന്നതാണ് പ്രശ്നങ്ങൾക്കിടയാക്കിയിരിക്കുന്നത്. 140 മണ്ഡലങ്ങളിലും ആദ്യം സ്ഥാനാർത്ഥി എന്ന ഒരു ആത്മവിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോകുമ്പോഴാണ് വലിയ പ്രതിസന്ധി പുനലൂരിൽ ഉടലെടുക്കുന്നത്. എങ്ങനെ പരിഹരിക്കാനാകുമെന്ന പ്രതീക്ഷ നേതൃത്വത്തിന് ഇപ്പോഴുണ്ടോ? രേണുക, പുനലൂരിലെ പ്രശ്നങ്ങൾ ദിനം പ്രതി കൂടിക്കൂടി വരികയാണ്. യാതൊരു കാരണവശാലും പരിഹരിക്കപ്പെടാൻ പറ്റുന്ന നിലയിലാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നില്ല. കാരണം മുസ്ലിം ലീഗിന്റെ മണ്ഡലം മുസ്ലിം ലീഗിന് കൈമാറിയപ്പോൾ തന്നെ കോൺഗ്രസ് പ്രതിഷേധമായി രംഗത്തെത്തുകയും കോൺഗ്രസിന്റെ തന്നെ പുനലൂർ അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റികൾ ചേർന്ന് ഒരു സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുകയും പ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുകയും ചെയ്തിരുന്ന സാഹചര്യത്തിലാണ് KPCCയുടെ ഒരു കത്ത് ഇന്ന് പുനലൂർ ഘടകത്തിലെത്തുന്നത്. അതിൽ നിരുപാധികം മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിക്ക് അനുകൂലമായി പ്രചരണം നടത്തണം എന്നൊരു അഭ്യർത്ഥനയാണ് വരുന്നത്. അല്ലാത്തൊരു സാഹചര്യം ഉണ്ടായാൽ മണ്ഡലത്തിന്റെ മറ്റ് മണ്ഡലങ്ങളിലും മുസ്ലിം ലീഗുമായി ഇത്തരത്തിൽ ഒരു സ്വരച്ചേർച്ചയില്ലായ്മ ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അത് മുന്നണിയെ സാരമായി ബാധിക്കും എന്ന നിലയിലാണ് കത്തിൽ സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് പ്രവർത്തകർ പാർട്ടി ഘടകം പറയുന്നത് അനുസരിക്കണം എന്നൊരു നിലപാടിലാണ് എത്തിയത്. അതുമായി ബന്ധപ്പെട്ടാണ് ഇന്ന് പുനലൂർ അഞ്ചൽ ബ്ലോക്ക് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഒരു യോഗം പുനലൂരിലെ കോൺഗ്രസ് ഭവനിൽ വിളിച്ചു ചേർത്തത്. ഈ യോഗത്തിൽ വലിയ പൊട്ടിത്തെറിയാണ് ഉണ്ടായത്. കോൺഗ്രസ് പാർട്ടി ഏകകണ്ഠേന എടുത്ത് തീരുമാനിച്ച സ്ഥാനാർത്ഥിയെ പിൻവലിക്കുകയാണെങ്കിൽ സ്വതന്ത്രനായി മത്സരിക്കും എന്ന നിലപാടുമായാണ് DCC ജനറൽ സെക്രട്ടറി കൂടിയായ സഞ്ജയ് ഖാൻ രംഗത്തെത്തിയത്. കോൺഗ്രസിന്റെ മുൻ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്ത് അംഗം കൂടിയാണ്. നിരവധി സമര പോരാട്ടങ്ങൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള സഞ്ജയ് ഖാൻ പുനലൂരിൽ സുപരിചിതനാണ്. അങ്ങനെ സഞ്ജയ് ഖാൻ സ്വതന്ത്രനായി മത്സരിക്കും എന്ന ഒരു നിലപാടുമായി രംഗത്തെത്തുകയും സഞ്ജയ് ഖാൻ ഒപ്പം യുവജനങ്ങളുടെ വലിയ ഒരു പിന്തുണ കൂടിയുണ്ട്. അത് കോൺഗ്രസിനെ വീണ്ടും UDFനെ വീണ്ടും വെട്ടിലാക്കിയിരിക്കുകയാണ്. മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥി നിലവിൽ ഇതുവരെയും പുനലൂരിൽ UDF കൺവെൻഷൻ വിളിച്ചു കൂട്ടുക പോലും ചെയ്യാത്ത ഒരു സാഹചര്യമാണ്. പുനലൂരിലെ UDF സ്ഥാനാർത്ഥിക്ക് വേണ്ടി ഒരു ചുവരെഴുത്ത് പോലും, ഒരു ചുവര് ബുക്കിംഗ് പോലും നടത്തിയിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. പുനർവിചിന്തനത്തിന് സാധ്യതയുണ്ടോ അപ്പോഴത്തെ ഈ സാഹചര്യത്തിൽ? ഈ നിലവിലത്തെ സാഹചര്യത്തിൽ പുനർവിചിന്തനം വേണമെന്ന് ആവശ്യപ്പെടുന്നെങ്കിലും അത്തരത്തിലൊരു ചിന്തനത്തിന് സാധ്യത കുറവാണ്. കാരണം അത്തരത്തിലൊരു ലെറ്ററാണ് ഇന്ന് ഘടകത്തിന് ലഭിച്ചത്. അതുകൊണ്ട് പുനർചിന്തനം ഉണ്ടാകാൻ സാധ്യതയില്ല. പാർട്ടിയുടെ തീരുമാനങ്ങൾ അനുസരിക്കുക എന്നത് നിവൃത്തിയുള്ളൂ. ആ തീരുമാനങ്ങൾക്ക് വിരുദ്ധമായാണ് ഒരു വിഭാഗം ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത്. ശരി, ഡൽഹിയിൽ വലിയ ചർച്ചകൾ നീണ്ടുപോയി തുടങ്ങിയ ആരോപണങ്ങളൊക്കെ നേരിട്ടെങ്കിലും ആദ്യം 140 മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളെ നിശ്ചയിച്ചു എന്നതാണ് UDFന്റെ അവകാശവാദം. അവിടെയാണ്
പുനലൂരിൽ വലിയ ഭീഷണി അവർക്ക് ഉടലെടുക്കുന്നത്. കോൺഗ്രസിൽ നിന്ന് വിമത സ്ഥാനാർത്ഥി ഉണ്ടാകാനുള്ള സാധ്യത ഏറെക്കുറെ ഉറപ്പായി കഴിഞ്ഞിരിക്കുകയാണ്. മനോജ് അപ്പുക്കുട്ടനാണ് വിവരങ്ങൾ നൽകിയത്. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചതിനു ശേഷമുള്ള ആദ്യ ഞായറാഴ്ച ദേവാലയങ്ങളിൽ സജീവമായിരിക്കുകയാണ് സ്ഥാനാർത്ഥികൾ. വിശ്വാസികളുടെ വോട്ട് ഉറപ്പിക്കാനാണ് പരമാവധി ദേവാലയങ്ങളിൽ ഓടിയെത്താനുള്ള സ്ഥാനാർത്ഥികളുടെ ശ്രമം. വെട്ടുകാട് ദേവാലയത്തിൽ നിന്നാണ് ഇടത് സ്ഥാനാർത്ഥി സുധീർ കരമന പ്രചാരണത്തിന് തുടക്കം കുറിച്ചത്. മികച്ച പ്രതികരണമാണ് വോട്ടർമാരിൽ നിന്ന് ലഭിക്കുന്നതെന്ന് സുധീർ കരമന പ്രതികരിച്ചു. വളരെ നല്ലൊരു പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നില്ലേ, എല്ലായിടത്തു നിന്നും നല്ല വിധത്തിലുള്ളൊരു പ്രതികരണമാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. വളരെ ഹാപ്പിയാണ്, വളരെ സന്തോഷമാണ്. ഇന്ന് ദേവാലയങ്ങൾ തന്നെയാണ് സന്ദർശിക്കുന്നത്. ഉച്ചവരെയുള്ള പ്രവർത്തനം. ഓക്കെ, താങ്ക് യു. തെരഞ്ഞെടുപ്പ് കാലത്തല്ലെങ്കിലും ദേവാലയങ്ങളിലും ക്ഷേത്രങ്ങളിലും താൻ ഓടിയെത്താറുണ്ടെന്ന് തിരുവനന്തപുരത്തെ BJP സ്ഥാനാർത്ഥി കരമന ജയൻ പറഞ്ഞു. വലിയ പ്രതീക്ഷയോടെയാണ് പ്രചാരണം പുരോഗമിക്കുന്നതെന്നും കരമന ജയൻ ന്യൂസ് 18നോട് പറഞ്ഞിരുന്നു. 40 വർഷത്തിലേറെയായുള്ള സൌഹൃദം പങ്കുവെച്ച് പാറ്റൂർ സെന്റ് തോമസ് ദേവാലയത്തിൽ ഒരേ സമയം വോട്ട് തേടിയെത്തി BJP സ്ഥാനാർത്ഥി V മുരളീധരനും UDF സ്ഥാനാർത്ഥി CP ജോണും. പരസ്പരം ആശംസകൾ നേരുമോ എന്ന ചോദ്യത്തിന് ഇരു സ്ഥാനാർത്ഥികളുടെയും മറുപടി എങ്ങനെയാണെന്നുള്ളത് കാണാം. പാറ്റൂർ സെന്റ് തോമസ് മർത്തോമ ദേവാലയത്തിൽ വോട്ട് തേടി 2 സ്ഥാനാർത്ഥികൾ, BJP സ്ഥാനാർത്ഥി V മുരളീധരനും UDFന്റെ തിരുവനന്തപുരത്തെ സ്ഥാനാർത്ഥി CP ജോൺ ഒരുമിച്ച് എത്തിയിരിക്കുകയാണ്. രണ്ടുപേരും എന്നോടൊപ്പം വേറെ ആരാധന ഒരു സമയത്താണല്ലോ, തീർച്ചയായിട്ടും. അല്ല, ഇതൊരു സൗഹൃദം കൂടിയാണല്ലോ, വ്യക്തിപരമല്ലല്ലോ. നമ്മളുടെ സൗഹൃദം തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധമുള്ളതല്ല. ഞങ്ങൾ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തകരായിരുന്ന കാലം തൊട്ട് ഒരു 40 കൊല്ലമായിട്ടുള്ള സുഹൃത്ത് ബന്ധവും 45 കൊല്ലം കൂടെ, അതായത് 45 കൂട്ടണം ശരിക്കും. ആ കാലം തൊട്ട് 80കളുള്ള കാലഘട്ടം തൊട്ട് ഞങ്ങൾ തമ്മിൽ പരിചയക്കാരാണ്, സുഹൃത്തുക്കളാണ്. ഞങ്ങളുടെ ജീവിതയാത്ര അവരവരുടെ വഴിയിലൂടെ മുന്നോട്ട് പോകുന്നു. പക്ഷെ എങ്കിലും ഞങ്ങൾ പരസ്പരം അറിയുന്നു. ഓക്കെ, അപ്പൊ ഈ രണ്ടുപേരും ഒരുമിച്ച് വിജയാശംസ തരുമോ അങ്ങോട്ടും ഇങ്ങോട്ടും? അതില്ല, ആ ഒരു പരിപാടി. അതായത് സൗഹൃദത്തിൽ രാഷ്ട്രീയമില്ല, രാഷ്ട്രീയത്തിൽ സൗഹൃദമില്ല. അതല്ലാണ്ട് മറ്റേ രാഷ്ട്രീയം ഒന്നും പറയുന്നു. ഞാനൊരു മാരത്തോൺ റണ്ണറായിട്ട് കണ്ടതാണ്. അന്ന് ആ ഓർമ്മ എനിക്കുണ്ട്. എന്നെ അന്ന് സിൻഡിക്കേറ്റ് മെമ്പറായിട്ടൊക്കെ ഒരു 22-23 വയസ്സിൽ കണ്ടതാണ്. പക്ഷെ ഞങ്ങൾക്ക് രണ്ടാൾക്കും ആശംസ തരാതിരിക്കാൻ കഴിയില്ല. അപ്പൊ എല്ലാ വിജയാശംസകളും ഞങ്ങൾ രണ്ട് മണ്ഡലത്തിലായതുകൊണ്ട് രണ്ടുപേർക്കും തരാം. ഓക്കെ. നാട്ടികയിൽ CC മുകുന്ദൻ ഫാക്ടർ തിരിച്ചടിയാകില്ലെന്ന് CPI നേതാവും ഇടത് സ്ഥാനാർത്ഥിയുമായ ഗീതാ ഗോപി. സർക്കാർ നടത്തിയ വികസന പദ്ധതികൾക്കാണ് ജനം വോട്ട് ചെയ്യുന്നത്. ജനങ്ങളെ ആരാണ് വഞ്ചിച്ചതെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വ്യക്തമാക്കുമെന്നും അവർ പറഞ്ഞു. നാട്ടിക മണ്ഡലത്തിൽ കുറി തീപാറുന്നൊരു പോരാട്ടത്തിലേക്ക് മാറിയിരിക്കുന്നു. LDFലെ CPIയിലെ ഗീതാ ഗോപിയാണ് തവണ സ്ഥാനാർത്ഥിയായിട്ട് എത്തുന്നത്. ഏത് രീതിയിൽ, കാരണം കാണുമ്പോൾ തൊട്ട് വലിയ ഓട്ടത്തിന്റെ പുറകെയാണ് ഞങ്ങൾ വന്നു ചേർന്നത്. വളരെ ആവേശകരമായിട്ടുള്ളൊരു തെരഞ്ഞെടുപ്പ് ക്യാമ്പയിനാണ് നാട്ടികയിൽ നടക്കുന്നത്. എൻ്റെ പിന്നിൽ നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സഹപ്രവർത്തകരാണ്. 10 വർഷം എന്നെ നെഞ്ചിലേറ്റിയ എൻ്റെ പ്രിയ വോട്ടർമാർക്കിടയിൽ എത്തുമ്പോൾ തികച്ചും അപരിചിതയല്ല ഞാൻ. ഈ നാടിൻ്റെ ഒരു തുടർ വികസനം, ഈ കേരളത്തിൻ്റെ ഒരു തുടർ ഭരണം, അതിനായി ശക്തി പകരാൻ എന്നെ ജയിപ്പിച്ചേ പറ്റൂ. ഇതാണ് എൻ്റെ വാക്കുകൾ. എന്തായാലും നാട്ടിലെ ജനങ്ങൾ എന്നെ കൈവിടില്ല. വൻ ഭൂരിപക്ഷത്തോടെ ജയിക്കുമെന്നുള്ള വലിയ വിശ്വാസത്തോടെയാണ് എൻ്റെ സഹപ്രവർത്തകരും ഈ നാട്ടിലെ വോട്ടർമാരുടെ ഇടയിൽ ഞങ്ങൾ ക്യാമ്പയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തെരഞ്ഞെടുപ്പിൽ നാട്ടിക എന്നൊരു പേര് ഈ ഇത്തവണ വളരെ പെട്ടെന്ന് ശ്രദ്ധ നേടുന്ന ഒരു സ്ഥാനാർത്ഥി മാറ്റം സംബന്ധിയായ കാര്യങ്ങളിലാണ്. അത് ഏതെങ്കിലും രീതിയിലൊരു ബാധിച്ചിട്ടുണ്ടോ? ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല. കാരണം വോട്ടർമാരുടെ ഇടയിൽ പോകുമ്പോൾ ഉണ്ടാകുന്ന പ്രത്യേകമായ അംഗീകാരം എൻ്റെ പ്രിയ സഖാക്കൾ അവർ പറയും. നിങ്ങൾക്ക് അവരോട് ചോദിക്കാം. ഇതിൽ അദ്ദേഹം ഉയർത്തുന്നു, CC മുകുന്ദനെ രാവിലെ കണ്ടപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു കാര്യം പേയ്മെന്റ് സീറ്റ് എന്ന് പറയുന്നു. എങ്ങനെയാണ് അത്തരം ആരോപണങ്ങൾ? അതിന് ഞാൻ ഒരിക്കലും മറുപടി പറയാൻ തരില്ല. അതിന് എൻ്റെ നേതൃത്വം എൻ്റെ മുന്നിലുണ്ട്, അവർ പറയും. ഈ രീതിയിൽ ഈ ദിവസങ്ങളിൽ വളരെ ചുരുങ്ങിയ ദിവസങ്ങളെ കിട്ടിയിട്ടുള്ളൂ പ്രചാരണത്തിന്. എന്താണ് ഏറ്റവും വലിയ ഒരു വെല്ലുവിളി എന്ന് പറയുന്നത്? വെല്ലുവിളി എന്ന് പറയുന്ന കാര്യം എൻ്റെ മുന്നിൽ ഇപ്പം ഇല്ല. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അപരിചിതയല്ല എൻ്റെ വോട്ടർമാർ. 10 വർഷത്തിൻ്റെ ഈ നാടിൻ്റെ സമാനതകളില്ലാത്ത മാറ്റങ്ങൾക്ക് അവർ സാക്ഷികളാണ്. ഒന്നും നുണകളല്ല, എല്ലാം പച്ചയായ സത്യങ്ങൾ കുത്തിവെച്ച പോലെ നാട്ടിയുടെ വികസനത്തിന് തുടർഭരണം ആവശ്യമാണെന്നും
ആ സർക്കാരിന് വേണ്ടി നാട്ടിയ തുടർ വികസനത്തിനായി വരണമെന്ന് ആഗ്രഹിക്കുന്നവരുടെ മുന്നിലാണ് ഞാൻ വോട്ട് അഭ്യർത്ഥിക്കുന്നത്. അത് ജനം നെഞ്ചിലേറ്റുമെന്നാണ് എനിക്ക് വിശ്വാസം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു ഇലക്ഷൻ പോളിംഗ് സ്റ്റാറ്റസ് നോക്കുകയാണെങ്കിൽ കൂടുതൽ ഒരുപക്ഷെ നാട്ടിക മണ്ഡലത്തിൽ നിന്ന് BJPക്ക് NDAക്ക് ഒരു അപ്പർ ഹാൻഡ് ലഭിച്ചൊരു സ്ഥലമാണ്. ഏതെങ്കിലും രീതിയിൽ അതൊക്കെ നിയമസഭാ തെരഞ്ഞെടുപ്പിനെയോ അല്ലെങ്കിൽ ഇത് വോട്ടിങ്ങിനെല്ലാം ബാധിക്കുമെന്ന് തോന്നുന്നു? ഗവൺമെന്റിന്റെ ഇപ്പോഴത്തെ ഒരു സാമൂഹ്യ പുരോഗതിയെല്ലാം പരിശോധിച്ച് നോക്കുമ്പോൾ കേരളത്തിന്റെ എല്ലാ മേഖലകളിലും ജനക്ഷേമ വികസനങ്ങളെല്ലാം ഈ സർക്കാർ തൊട്ടുണർത്തി തന്നെയാണ് ഈ ഭരണം മുന്നോട്ട് പോയത്. അതുകൊണ്ടാണല്ലോ 10 വർഷം കേരളത്തിൽ ജനം ഇടതുപക്ഷത്തിന് നെഞ്ചിലേറ്റിയത്. അപ്പോൾ നാട്ടിയെ സംബന്ധിച്ചിടത്തോളം ഒരു കോൺസ്റ്റിറ്റ്യുവൻസി, ഒരു മണ്ഡലം ബേസ് ചെയ്ത് പോകുമ്പോൾ ജനങ്ങൾക്ക് തിരിച്ചറിയാവുന്ന കാര്യങ്ങൾ ഇവിടെ വികസനപരമായി നമ്മൾ നടത്തിയിരിക്കുകയാണ്. അപ്പം അതൊരു നല്ലൊരു കാഴ്ചപ്പാടായിട്ടായിരിക്കും ജനം സ്വീകരിക്കുക എന്നുള്ളതാണ് എൻ്റെ വിശ്വാസം. ഇടതുപക്ഷത്തിനൊരു അപ്രമാദിത്വമുള്ള ഒരു മേഖലയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. പൊതുവെ നിയമസഭാ മണ്ഡലങ്ങൾ എടുക്കുമ്പോൾ ഇക്കുറിയും അത് തുടരും. തീർച്ചയായിട്ടും തുടരണം എന്ന് തന്നെയാണ് ഞങ്ങളുടെയൊക്കെ ആഗ്രഹം. 5 മണ്ഡലങ്ങളിൽ എത്രമാത്രം വിജയം കൈവരിച്ചു എന്നുള്ളത് നിങ്ങൾക്കറിയാലോ. ഞങ്ങളുടെ പഞ്ചായത്ത് പ്രസിഡന്റ് കിഷോമാറുണ്ട്, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീവത്സനുണ്ട്, ബ്ലോക്ക് പഞ്ചായത്ത് അധ്യക്ഷ ജ്യോതി ലക്ഷ്മി ചേച്ചിയുണ്ട്, സഹപ്രവർത്തകരെല്ലാവരും ഉണ്ട്. വികസന പദ്ധതികൾക്ക് വോട്ടിടുകയാണെങ്കിൽ വിജയം അത് ഒപ്പം തന്നെ നിൽക്കും. കാരണം ഉറപ്പല്ലേ, ഒരു നാടിന്റെ വികസനം വരണം എന്നൊക്കെ ആഗ്രഹിക്കുന്നവർക്ക് ഏത് ജനങ്ങളാ അതിനെ സഹകരിക്കാതിരിക്കുക? അപ്പം നാട്ടിയുടെ വികസനത്തിൽ എനിക്ക് പറയാനുള്ള എൻ്റെ വോട്ടർമാരോട് സ്വന്തമായിട്ടുള്ള സർക്കാർ സംവിധാനങ്ങൾ അല്ലേ കൃഷ്ണമാരേട്ടൻ, അത് കൃഷ്ണമാരേട്ടൻ പറയട്ടെ. ഈ കഴിഞ്ഞ 5 വർഷത്തിൽ നടപ്പാക്കിയ വികസന പദ്ധതികൾ തൻ്റേതാണെന്നാണ് മുകുന്ദൻ്റെ ഒരു അവകാശമാണെന്ന് പറയുന്നത്. അതൊക്കെ ഒരു MLA എന്ന നിലയിൽ അദ്ദേഹം ഏതൊക്കെ തലത്തിലാണെങ്കിലും എനിക്കതിലൊരു പ്രശ്നമൊന്നുമില്ല. ആത്മവിശ്വാസത്തോടെ മുന്നോട്ട് പോകും. തീർച്ചയായിട്ടും. അതിലും വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ആ നാട്ടികയിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ഗീതാ ഗോപിയുള്ളത്. വലിയ മുന്നേറ്റം പ്രചാരണ രംഗത്ത് നടത്താൻ കഴിയുമെന്ന് ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് തന്നെ ഇത് ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ട എന്ന രീതിയിൽ തന്നെ തൃശ്ശൂരിനെ അടയാളപ്പെടുത്താൻ ഇത് നാട്ടികയ്ക്ക് കൂടി കഴിയുമെന്ന് തന്നെയാണ് ഇടത് കേന്ദ്രങ്ങൾ വിലയിരുത്തുന്നത്. നാട്ടിക മണ്ഡലത്തിൽ നിന്ന് ക്യാമറമാൻ KP ധനീഷിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18. തന്റെ രാഷ്ട്രീയ നിലപാടുകളുടെ മാറ്റം ജനങ്ങൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് നാട്ടികയിലെ NDA സ്ഥാനാർത്ഥിയായ CC മുകുന്ദൻ പറഞ്ഞു. CPI സീറ്റ് പേയ്മെന്റ് ആക്കിയപ്പോഴാണ് താൻ ആ പാർട്ടി വിട്ടത്. അതിനുള്ള തിരിച്ചടി തെരഞ്ഞെടുപ്പിൽ ജനം നൽകും. ഇടതുപക്ഷ വോട്ടുകളും തനിക്ക് ലഭിക്കുമെന്നും CC മുകുന്ദൻ ന്യൂസ് 18നോട് പറഞ്ഞു. നാട്ടിക നിയോജക മണ്ഡലം തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചത് മുതൽ വലിയ ശ്രദ്ധാകേന്ദ്രമായി കേരളത്തിൽ മാറുന്നു. കാരണം സിറ്റിംഗ് MLA ആയിരുന്ന CC മുകുന്ദൻ, അദ്ദേഹം അത് രാഷ്ട്രീയ നിലപാടുകൾ തിരുത്തപ്പെടുന്നു. പുതിയൊരിടത്തേക്ക് അദ്ദേഹം മാറുന്നു. ഇപ്പോൾ NDA സ്ഥാനാർത്ഥിയായി CPIയുടെ മുഖമായിരുന്ന ഒരാൾ NDA സ്ഥാനാർത്ഥിയായി അടക്കം മാറുമ്പോൾ അദ്ദേഹത്തിൻ്റെതായ വിശദീകരണങ്ങളും കാര്യങ്ങളും എല്ലാം തന്നെയുണ്ട്. നമുക്ക് അദ്ദേഹത്തെ കേൾക്കാം. പെട്ടെന്ന് ഈ ഒരു നിലപാടുകൾ കൊണ്ട് തന്നെയാണ് ശ്രദ്ധേയമാവുന്നത്. അതിൽ തങ്ങളുടേതായ വിശദീകരണങ്ങളും കാര്യങ്ങളുമുണ്ട്. അപ്പോൾ വിശദീകരണമൊക്കെ നമ്മുടെ ഈ വ്യത്യസ്തമായ രീതിയിലൊക്കെ ഉണ്ടെങ്കിൽ പോലും നല്ല രീതിയിലുള്ള വിശദീകരണം എല്ലാ മേഖലയിലും നമ്മൾ കൊടുത്തു കഴിഞ്ഞിട്ട് പുറത്ത് തന്നെ NDAയുമായി ബന്ധപ്പെട്ട് പ്രവർത്തനങ്ങൾ ആരംഭിച്ചപ്പോൾ തന്നെ പുതിയ മുഖമാണ് നമ്മുടെ നാട്ടിക നിയോജകമണ്ഡലത്തിൽ എല്ലാവരും തന്നെ ശ്രദ്ധിക്കുന്നത്. മുൻകാലങ്ങളിലൊക്കെ അപേക്ഷിച്ച് എല്ലാവരും തന്നെ ഉൾക്കൊള്ളാണ്. ഏത് കാര്യങ്ങളായാലും എൻ്റെ അടുത്ത് വന്നാൽ നടപ്പിലാക്കി തരും എന്നൊരു പ്രതീക്ഷയാണ് ജനങ്ങൾക്കുള്ളത്. അതുകൊണ്ട് എന്നെ ഈ നാട്ടിക നിയോജകമണ്ഡലം ഒരിക്കലും മറക്കാൻ കഴിയാത്ത അനുഭവത്തിലൂടെ പോകാൻ എവിടേക്കും ഏത് സമയത്തും ഈ നാട്ടിക മണ്ഡലത്തിൻ്റെ എല്ലാ മേഖലയിലേക്കും എന്നെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. വലിയ പ്രതീക്ഷയാണ്, ഒരാൾക്കും നിഷേധിക്കാൻ കഴിയാത്ത രീതിയിലുള്ള വലിയ പ്രതീക്ഷയാണ് എൻ്റെ മനസ്സിലുള്ളത്. ശബരിമല വിഷയവും മുഖ്യമന്ത്രിയുടെ വാക്കുകളെ മുസ്ലിം വിരുദ്ധമെന്ന് തെറ്റിദ്ധരിപ്പിച്ചതും തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിലെ തിരിച്ചടിക്ക് കാരണമായതായി കോഴിക്കോട് സൌത്തിലെ LDF സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിൽ. ഇടതുപക്ഷത്തോട് അടുപ്പം കാട്ടിയിരുന്ന കാന്തപുരം വിഭാഗം അടക്കം മുന്നണിയോട് അകന്നു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കാന്തപുരത്തിന്റെയും സമസ്തയിലെ ഒരു വിഭാഗത്തിന്റെയും പിന്തുണ LDFന് ലഭിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. പ്രചാരണം വളരെ ഉഷാറായി മുന്നോട്ട് നീങ്ങുമ്പോൾ വീടുകൾ തോറും കയറി ഇറങ്ങി വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ട് അഭ്യർത്ഥിക്കുന്ന തിരക്കിലാണ് കോഴിക്കോട് സൌത്തിലെ LDF സ്ഥാനാർത്ഥി അഹമ്മദ് ദേവർകോവിൽ. സിറ്റിംഗ് MLA കൂടിയാണ്. ജനങ്ങളിലേക്ക് ഇറങ്ങി കഴിഞ്ഞിരിക്കുന്നു. പ്രചാരണം ഊർജിതമായി മുന്നോട്ട് പോകുന്നു. എങ്ങനെയാണ് കാര്യങ്ങൾ? കഴിഞ്ഞ 5 വർഷക്കാലം ഈ നിയോജക മണ്ഡലത്തിൽ നടപ്പിലാക്കിയിട്ടുള്ള പദ്ധതികളെക്കുറിച്ച് വിശദീകരിച്ചുകൊണ്ടാണ് മുമ്പോട്ട് പോകുന്നത്. അതിലുപരിയായി 2.5 വർഷക്കാലം മന്ത്രി എന്ന നിലക്ക് നടപ്പിലാക്കിയിട്ടുള്ള ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ ജനങ്ങൾക്ക് ബോധ്യമുള്ളതാണ്. ആ കാര്യങ്ങളെ ഓർമ്മിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമ്പോൾ സ്വാഭാവികമായും ജനങ്ങളുടെ വോട്ട് ഇടതുപക്ഷ മുന്നണിക്ക് അനുകൂലമായി ലഭ്യമാകും എന്ന് മനസ്സിലാക്കുകയാണ്. നല്ല പ്രതികരണമാണ്
എല്ലാ ഭാഗത്തും ലഭ്യമായിക്കൊണ്ടിരിക്കുന്നത്. ഈ രാഷ്ട്രീയ കാരണങ്ങൾ കൂടി ഇപ്പോൾ ഏതാണ്ട് അനുകൂലമാണെന്ന് തോന്നുന്നില്ല. കാരണം കോഴിക്കോട് സൗത്തിൽ MK മുനീറിനെ മത്സരിപ്പിക്കും എന്നുള്ള ഒരു ധാരണയായിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായി മറ്റൊരു സ്ഥാനാർത്ഥി എത്തിയിരിക്കുകയാണ്. ഒപ്പം ലീഗിലും ഒരുപാട് പ്രശ്നങ്ങൾ നിലനിൽക്കുന്നു, മലപ്പുറത്തായാലും കോഴിക്കോടായാലും ഒക്കെ. ഇത്തരം കാര്യങ്ങൾ കൂടി അനുകൂലമാവില്ലേ? ഒരു മുന്നണിയുടെ പ്രതിനിധിയായി മത്സരിക്കുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾ ഉയർത്തിക്കൊണ്ടുവരേണ്ടത് കഴിഞ്ഞ 5 വർഷക്കാലം ഈ മണ്ഡലത്തിൽ ഞങ്ങൾ നടത്തിയിട്ടുള്ള പ്രവർത്തനങ്ങൾ എന്തൊക്കെ, ഭാവിയിൽ ഈ മണ്ഡലത്തിൽ നടപ്പിലാക്കാൻ ഉദ്ദേശിക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എന്ത് എന്നൊക്കെയാണ് വിശദീകരിക്കപ്പെടേണ്ടത്. ബേപ്പൂരിലെ CPM കോട്ട പൊളിക്കുമെന്ന് UDF സ്ഥാനാർത്ഥി PV അൻവർ. ജനവിധിയിൽ ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ടാണ് കഴിഞ്ഞ വർഷത്തേക്കാൾ കൂടുതൽ വോട്ടുകൾക്ക് ജയിക്കുമെന്ന് ഇടത് സ്ഥാനാർത്ഥി പറയുന്നത്. വിദ്യാർത്ഥി യുവജന സംഘടനാ പ്രവർത്തനങ്ങളിലൂടെയാണ് PM മുഹമ്മദ് റിയാസ് രാഷ്ട്രീയത്തിലെത്തിയത്. എന്നാൽ മുഖ്യമന്ത്രിയുടെ മരുമകനായതിനാലുള്ള അമിതാധികാരത്തെയാണ് താൻ ചോദ്യം ചെയ്യുന്നതെന്നും അൻവർ ന്യൂസ് 18നോട് പറഞ്ഞു. ബേപ്പൂരിലെ UDF സ്വതന്ത്രൻ PV അൻവറാണ് നമുക്കൊപ്പം ഉള്ളത്. പെരുന്നാൾ കഴിഞ്ഞതോടുകൂടി കാര്യങ്ങൾ കുറച്ചുകൂടി ഉഷാറായെന്ന് തോന്നുന്നല്ലേ? ദിവസമല്ലോ നോമ്പിന് ക്ഷീണമൊക്കെ മാറി, പെരുന്നാളിന് നല്ല ബിരിയാണിയൊക്കെ അടിച്ച് എല്ലാവരും സെറ്റായി ഇറങ്ങിയതാ. കുഴപ്പമില്ല, ഉഷാറാ. ബേപ്പൂര് മാറും, എന്താ സംശയം? കേരളം ആകെ മാറാൻ പോവാ. പിണറായിസത്തിന്റെ അവസാനമാണ്, അത് അവസാനിക്കുന്നു, കേരളം മാറുന്നു. UDF നല്ല ഭൂരിപക്ഷത്തിൽ കേരളത്തിൽ അധികാരത്തിൽ വരും. ഇത് ഞാൻ പറയുന്നതല്ല, നമ്മൾ വോട്ട് ചോദിച്ച് നടക്കുമ്പോൾ ജനങ്ങൾ നമ്മളോട് ഇങ്ങോട്ട് പറയുന്ന കാര്യം, അപ്പോൾ അത് പ്രാവർത്തികമാവും. ജനം പറയുന്ന കാര്യം പ്രാവർത്തികമാവുമല്ലോ. ഞാൻ പല ഘട്ടത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഈ തെരഞ്ഞെടുപ്പ് പിണറായിയും കേരളത്തിലെ ജനങ്ങളും തമ്മിലുള്ള പോരാട്ടമാണ്. LDF UDF BJP പോരാട്ടമല്ല. അത് കൃത്യമാണ്. അത് ജനങ്ങളുടെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി ജനങ്ങൾ നമ്മളോട് അത് തന്നെ പറയുന്നുണ്ട്. ഇന്നും പത്രിക സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴും എതിർ സ്ഥാനത്ത് റിയാസ് പറയുന്നത് കഴിഞ്ഞ തവണത്തേക്കാൾ വലിയ ഭൂരിപക്ഷത്തിൽ വിജയം ഉണ്ടാകുമെന്നാണ്. കഴിഞ്ഞ പ്രാവശ്യത്തേക്കാൾ ഭൂരിപക്ഷം കുറയുമെന്ന് പറഞ്ഞാൽ അപ്പം തന്നെ തോറ്റില്ലേ? അല്ല, കൂടുമെന്നാണ്. അല്ല, അതെ, അദ്ദേഹം കൂടുന്നല്ലേ പറഞ്ഞിട്ടു. കുറയുമെന്ന് പറഞ്ഞാൽ പിന്നെ എന്താ സ്ഥിതി? ആളുകൾക്ക് കാര്യം മനസ്സിലാവുമല്ലോ. അദ്ദേഹം എങ്ങനെ പറയുന്നുണ്ട്? 82,000 വോട്ട് നിങ്ങൾ എഴുതി വെച്ചതുകൊണ്ട് അന്ന് ചോദിച്ചു. ആ പറയുന്നതിന്റെ അർത്ഥം എന്താ? ഇല്ലാത്ത ധൈര്യം, കോൺഫിഡൻസ് ആളുകളിലേക്ക് കൊടുക്കാനുള്ള വലിയ സൈക്കോളജിക്കൽ ശ്രമം ബുദ്ധി നടത്തുന്നുണ്ട്. പക്ഷെ നിങ്ങൾ മാധ്യമമാണല്ലോ, നിങ്ങൾ സ്വകാര്യത്തിൽ ഈ കുഴലൊക്കെ ഒന്ന് മാറ്റി, ക്യാമറയൊക്കെ ഒന്ന് മാറ്റി വെച്ച് സ്വകാര്യത്തിൽ ഒരു ദിവസം ഇങ്ങനെ നടന്നു നോക്കിയാൽ ഞാനീ പറയുന്നത് ശരിയാണോന്ന് അറിയാൻ പറ്റൂ. അത്രേ ഉള്ളൂ. ഈ സ്വതന്ത്രന്മാരുടെ എണ്ണം കൂടുകയാണ് UDF. ഒരുപക്ഷെ ആദ്യ സ്വതന്ത്രനായി വന്നത് താങ്കളായിരിക്കും. ഇടതുപക്ഷത്തു നിന്ന് സ്വതന്ത്രനായി എത്തിയതാണോ, സ്വതന്ത്രനായി മാറിയതാണോ? എന്താണ് ഈ സ്വതന്ത്രന്മാരുടെ എണ്ണമല്ല, അഭിപ്രായം. നമ്മൾ സ്വതന്ത്രമായ അഭിപ്രായം കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി ഉള്ള ആളുകളാണ് ഇപ്പോൾ ഈ പുറത്ത് CPM എന്ന് വരുന്നത്. അതിൽ 1.5 വർഷം മുമ്പ് ഞാൻ പറഞ്ഞ കാര്യങ്ങളാണ് ഇപ്പോൾ പയ്യന്നൂരിലെ ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ TK ഗോവിന്ദൻ അടക്കമുള്ളവർ പറയുന്നത്. കുഞ്ഞികൃഷ്ണൻ ഇവിടെ തളിപ്പറമ്പിൽ ഇപ്പുറത്ത് പയ്യന്നൂരിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അപ്പുറത്ത് തളിപ്പറമ്പിൽ TK രാമകൃഷ്ണൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ആലപ്പുഴയിൽ G സുധാകരൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കേരളത്തിലൊട്ടാകെ എല്ലാവരും ബഹുമാനിക്കുന്ന ഇടതുപക്ഷ സഹയാത്രികനായ സച്ചിദാനന്ദൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇവരൊക്കെ പറയുന്നത് 1.5 വർഷം മുമ്പ് ഈ വിഷയങ്ങൾ പറഞ്ഞിട്ടാണ്, ഈ തരത്തിലാണ് ഗവൺമെന്റ് മുന്നോട്ട് പോകുന്നതെന്ന് പറഞ്ഞ് അതിന് ഒരു മറുപടി ഇല്ലാതായപ്പോഴാണ് ഞാൻ ജനങ്ങളിലേക്ക് ഇറങ്ങിയത്. കോഴിക്കോട് പെരുവയലിൽ ജനങ്ങളെ ആശങ്കയിലാഴ്ത്തിയ ഷിഗല്ല രോഗവ്യാപനത്തിന്റെ ഉറവിടം കണ്ടെത്തുന്നതിനായി പരിശോധനകൾ തുടരുന്നു. നിലവിൽ 12 പേർക്കാണ് രോഗം സ്ഥിരീകരിച്ചിട്ടുള്ളത്. 51 പേർക്ക് രോഗലക്ഷണങ്ങളുണ്ട്. ഒരാൾ മാത്രമാണ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. കൂടുതൽ പേരിലേക്ക് രോഗം പടരാതിരിക്കാൻ പ്രതിരോധ പ്രവർത്തനങ്ങളും ബോധവൽക്കരണവും ഊർജിതമാക്കുകയാണ് പഞ്ചായത്ത്. വെള്ളത്തിന്റെയും ഭക്ഷ്യവസ്തുക്കളുടെയും കൂടുതൽ സാമ്പിളുകൾ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. MS അനീഷ് കുമാർ വിവരങ്ങളുമായി ചേരും. കഴിഞ്ഞ ഞായറാഴ്ചയാണ് കുറ്റിക്കാട്ടൂർ സ്വദേശിനിയായ 3.5 വയസ്സുകാരി ഷിഗല്ല രോഗബാധ തുടർന്ന് മരിച്ചത്. മരിച്ചപ്പോൾ എന്ത് കാരണത്താലാണ് മരിച്ചതെന്ന് കണ്ടെത്താൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നീട് നടത്തിയ വിശദമായ പരിശോധനയിലാണ് ഷിഗല്ലയാണ് കുട്ടിയുടെ മരണകാരണമെന്ന് കണ്ടെത്തിയത്. ഇതേ തുടർന്ന് കുട്ടി പഠിച്ച അംഗൻവാടിയിൽ നടത്തിയ പരിശോധനയിലും അവിടെ 3 കുട്ടികൾക്ക് സമാനമായ രോഗലക്ഷണങ്ങൾ കാണുകയും അവരെ ഐസൊലേഷനിലേക്ക് മാറ്റുകയും ചെയ്തു. ഇതിനുശേഷമാണ് 51ഓളം പേരെ രോഗബാധയോടുകൂടി ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത്. ഇവരിൽ പലർക്കും രോഗലക്ഷണങ്ങളുണ്ട്. ഇതിൽ 12 പേർക്ക് രോഗം സ്ഥിരീകരിച്ചിട്ടുമുണ്ട്. ഒരുപക്ഷെ കൂടുതൽ ആളുകൾക്ക് രോഗം സ്ഥിരീകരിക്കാനുള്ള സാധ്യതകൾ നിലനിൽക്കുന്നു എന്നാണ് ആരോഗ്യവകുപ്പും പഞ്ചായത്ത് അധികൃതരും വ്യക്തമാക്കുന്നത്. രോഗബാധ സ്ഥിരീകരിച്ചതിനെ തുടർന്ന് പെരുവയൽ പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ബോധവൽക്കരണ പ്രവർത്തനങ്ങളും ജലസ്രോതസ്സുകൾ ശുചിയാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങളും നടത്തിവരുന്നു. ഒപ്പം കടകളിലും മറ്റുമൊക്കെ വ്യാപകമായ പരിശോധനകൾ നടത്തുകയും ചെയ്യുന്നു. ഭക്ഷണ വസ്തുക്കളിൽ നിന്നോ കുടിവെള്ളത്തിൽ നിന്നോ ആകാം രോഗബാധ എത്തിയെന്ന ഒരു നിഗമനത്തിലാണ്
ആരോഗ്യവകുപ്പുള്ളത്. പക്ഷേ കൃത്യമായ ഉറവിടം എന്താണെന്ന് കണ്ടെത്താൻ ഇനിയും കഴിയാത്തത് ആശങ്ക വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും ആരോഗ്യവകുപ്പിൻ്റെ നേതൃത്വത്തിൽ ക്ലോറിനേഷൻ അടക്കമുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഒപ്പം കടകളിലും മറ്റുമൊക്കെ ഭക്ഷ്യ വിതരണം നടത്തുന്ന ഇടങ്ങളിൽ കൃത്യമായ പരിശോധനകളും നടത്തുന്നു. ഛർദിൽ, അതിസാരം, പനി തുടങ്ങിയ ലക്ഷണങ്ങളാണ് ഷിഗല്ല രോഗബാധിതർക്കുള്ളത്. അതുകൊണ്ട് കൃത്യമായ ജാഗ്രത പുലർത്തണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നു. കൂടുതൽ ആളുകളിൽ പരിശോധന നടത്തി കൂടുതൽ പേരിലേക്ക് രോഗം പകർന്നിട്ടുണ്ടോ എന്ന പരിശോധനയാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത്. വേനൽ ചൂടിൽ വെന്തുരുകി കേരളം. പാലക്കാട്ടും പുനലൂരും താപനില 37 ഡിഗ്രി സെൽഷ്യസ് കടന്നു. ഇവിടങ്ങളിൽ ജാഗ്രത ശക്തമാക്കി. ചൂട് വർദ്ധിച്ചതോടെ 11 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, പാലക്കാട് ജില്ലകളിൽ നാളെ താപനില 37 ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ പോയേക്കുമെന്ന് കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അൾട്രാ വയലറ്റ് കിരണങ്ങളുടെ തോതിലും സൂചിക ഉയരുകയാണ്. വയനാട്ടിലെ വടക്കനാട് ഒരാളുടെ ജീവനെടുത്ത മുട്ടിക്കൊമ്പനെ പിടികൂടാനുള്ള വനംവകുപ്പിന്റെ ദൌത്യം തുടരുകയാണ്. ഇന്ന് രാവിലെ വടക്കനാട് വനംവകുപ്പിന്റെ ക്യാമ്പ് ഷെഡിന് സമീപം വെച്ച് മയക്കുവെടി വെച്ചെങ്കിലും ആന ഉൾവനത്തിലേക്ക് കടന്നു. ഇതോടെ ഇന്നത്തെ ദൌത്യം ഉപേക്ഷിച്ചു. നാളെ പുനരാരംഭിക്കുമെന്നാണ് വനംവകുപ്പിന്റെ അറിയിപ്പ്. നോക്കാമിനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്ക്. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. സ്വർണം 22 ക്യാരറ്റ് ഗ്രാമിന് 13,380 രൂപ, പവന് 1,07,040 രൂപ. സ്വർണം 18 ക്യാരറ്റ് ഗ്രാമിന് 11,050 രൂപ, പവന് 88,400 രൂപ. വെള്ളി ഗ്രാമിന് 245 രൂപ, കിലോയ്ക്ക് 2,45,000 രൂപ. കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കവിത ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ദി വെർസറ്റൈൽ ജ്വല്ലറി. പകൽ വാർത്ത പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.